Greetings to one and all. I am extremely happy to welcome all of you to this meeting. Today, we have gathered here to know more about the new educational policy implemented on 2020. നമ്മുടെ കോളേജിന്റെ നിറസാന്നിധ്യവും നമ്മയെല്ലാം അറിവിന്റെ പാതയിലൂടെ നന്മയിലേക്കും ഉന്നതിയിലേക്കും നയിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ ശാലിനിയെ ഞാൻ ആദ്യമായി സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പലിനോട് ഒപ്പം നിന്ന് നമ്മുടെ കോളേജിനെയും അതിലെ വിദ്യാർത്ഥികളെയും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ സ്റ്റെല്ലയെയും ഞാൻ ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നമ്മിലേക്ക് എത്തിക്കുന്നതിനായി നേതൃത്വം വഹിച്ച് അതിനായി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അൻസ മിസ്സിനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന് അൻസ മിസ്സിനോട് ഒപ്പം നിന്ന് പ്രയത്നിക്കുന്ന നമ്മയെല്ലാം ഏതൊരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അപർണ മിസ്സിനെയും ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിന്റെ NCC പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആ NCC യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബ്രിജിറ്റ് മാമിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നമുക്കായി നയിക്കുന്നതിനായി നമ്മുടെ സീനിയേഴ്സ് വിനയ ചേച്ചിയെയും കൃഷ്ണപ്രിയ ചേച്ചിയെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരു മീറ്റിംഗിന്റെ വിജയം എന്ന് പറയുന്നത് അതിലുള്ള സജീവ പങ്കാളിത്തം തന്നെയാണ്. ഈ മീറ്റിംഗിൽ വളരെ താല്പര്യത്തോടും ഉത്സാഹത്തോടും പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഞാൻ ബ്രിജിറ്റ് മിസ്സിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമില് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് തങ്ങളുടെ പകരാനായി എത്തിയിട്ടുള്ളത് നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ലാൻസ് കോർപ്പറൽ വിനയയും ലാൻസ് കോർപ്പറൽ കൃഷ്ണപ്രിയയുമാണ്. പരിമിതമായ അറിവുകളായിരിക്കാം, എന്നിരുന്നാൽ കൂടെയും ആ അറിവ് നിങ്ങളിലേക്ക് പകരാനായി അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷണിച്ച് പങ്കെടുക്കുന്ന മറ്റു വ്യക്തികളിലേക്കും പകരാനായി സന്നദ്ധത പ്രകടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് നയിക്കുവാൻ സന്മനസ് കാണിച്ച കൃഷ്ണപ്രിയയെയും വിനയെയും അഭിനന്ദിക്കുന്നു. സമയം ഒത്തിരി കളയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കൃഷ്ണപ്രിയയെയും വിനയെയും ഞാൻ ക്ലാസ് നയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 കുറച്ച് പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തം ഒന്ന് മാറ്റാനായിട്ട് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുകയാണ്. 2020 ജൂലൈ 29-ാം തീയതിയാണ് സെൻട്രൽ ഗവൺമെന്റ് ആ പുതിയ പോളിസി റിലീസ് ചെയ്തത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒരുപാട് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളുമായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി റിലീസ് ചെയ്തത്. വിദ്യാർത്ഥികളായ നമ്മളായിക്കോട്ടെ, നമ്മുടെ രക്ഷിതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാപകരായിക്കോട്ടെ, അതുമല്ലെങ്കിൽ സാധാരണക്കാരനായ ഏത് ജനങ്ങളുമായിക്കോട്ടെ, ഇത് എന്താണെന്ന് അവർ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് NEP, എന്തിനു വേണ്ടിയാണ് NEP, അല്ലെങ്കിൽ എന്ത് കൊണ്ടാണ് NEP പ്രാബല്യത്തിലാവേണ്ടത്, പ്രധാനമായും പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്കൂൾ ലെവലുകളിലും കോളേജ് ലെവലുകളിലും ഈ പോളിസി കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. NEP ഇന്ത്യയുടെ മൂന്നാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആദ്യത്തേത് 1968-ലും രണ്ടാമത്തെ 1986-ലും. അതിനുശേഷം 1992-ൽ ഒന്ന് പുതുക്കിയെങ്കിലും അതിനുശേഷം 2020-ലാണ് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് നിലവിൽ വരുന്നത്. അതുകൊണ്ട് 34 വർഷങ്ങൾക്ക് ശേഷം 1968-ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റമായ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായി വരുന്നത്.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2029 ജൂലൈ മാസമാണ് ഈ പോളിസി നിലവിൽ വന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് ഈ പോളിസിക്ക് അനുമതി നൽകിയത്. നമ്മുടെ ISROയുടെ മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരി രംഗനാണ് 2019 മെയ്യിൽ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിനുള്ള ശുപാർശയായാണ് പിന്നീട് ഈ പോളിസി കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നത്. എന്താണ് NEP-യുടെ പ്രധാന ലക്ഷ്യങ്ങൾ? 2035 പകുതി ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. അതോടൊപ്പം 18 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസവും ഈ പോളിസിയുടെ ഒരു ലക്ഷ്യമാണ്. എന്ന് വച്ചാൽ ഇന്ന് നമുക്ക് 15 വയസ്സ് വരെയാണ് ഒരു നിർബന്ധിത വിദ്യാഭ്യാസം. അത് 15-ൽ നിന്നും 18 വരെ ഉയർത്തിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ എന്തിനാണ് NEP അല്ലെങ്കിൽ ഈ ഒരു പോളിസി എന്തുകൊണ്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ ആവേണ്ടത് എന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് നോക്കാം. നമുക്ക് മനസ്സിലാകും, പഴയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പല പോരായ്മകളും പരിഹരിക്കുവാൻ വേണ്ടിയാണ് പുതിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായി നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ആ പോരായ്മകൾ? ആദ്യമായി വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ കുറവ്. കുട്ടികൾക്ക് സബ്ജക്റ്റിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ പ്രാക്ടിക്കൽ വശവും വലിയ പിടിയില്ല. സയൻസിലെ കുറെ കാര്യങ്ങളും തിയറിയും പ്രൂഫും ഒക്കെ പഠിക്കും, എന്നാൽ അത്യാവശ്യം പ്രാക്ടിക്കലായിട്ട് വീട്ടിൽ ഒരു ബൾബ് ഇടാനോ അല്ലെങ്കിൽ പൈപ്പിലെ ഒരു ലീക്കേജ് പരിഹരിക്കുവാനോ അതുമല്ലെങ്കിൽ ഒരു ഫ്യൂസ് കെട്ടാനോ പറഞ്ഞാൽ അവർക്കറിയില്ല. അതുകൊണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് ഈ പോളിസിയിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തതായി പിന്നെ പറയുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, കുട്ടികളെല്ലാം ബൈഹാർട്ടായിട്ട് പഠിച്ച് ടെക്സ്റ്റിലുള്ളതെല്ലാം ബൈഹാർട്ടായിട്ട് പഠിച്ച് അത് പരീക്ഷ എഴുതി അതിന് ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. പ്രാക്ടിക്കലായിട്ട് ബൈഹാർട്ടായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നും ഈ പോളിസി മാറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് എല്ലാവരെയും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ വെച്ചായിരുന്നു ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഒരു കഴിവ് വെച്ച് അല്ലെങ്കിൽ കുട്ടികളോട് ഒരു കഴിവ് വെച്ച് അവരുടെ അടുത്ത് പ്രശോഭിക്കാനാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞിരുന്നത്. എന്നാൽ ഇനി തൊട്ട് അതിനു പുറമെ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് കുട്ടികളെ പ്രശോഭിക്കുവാൻ അവസരമൊരുക്കുന്നു. ഇതിന് എപ്പോഴും ഒരു ക്ലാസിക് ആയിട്ട് ഒരു കഥ പറയാറുണ്ട്. നമ്മൾ ഒരു കുരങ്ങിനെയും ഒരു മീനെയും നിർത്തിയിട്ട് അവരുടെ അടുത്ത് ഒരു മരം കയറാൻ നമ്മൾ ആവശ്യപ്പെടാണ്. എന്നിട്ട് ഈ മരം കയറുന്നതിന്റെ ബേസിസിൽ അവരെ ജഡ്ജ് ചെയ്യുകയാണ്. അതിൽ ആര് ജയിക്കുന്നുവോ അവരാണ് ജീവിതത്തിൽ സക്സസ് ആകുന്നത്, അല്ലെങ്കിൽ അവരാണ് ജീവിതത്തിൽ ഉന്നത വിജയം നേടുന്നത്. ഇങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിന് അപ്പുറമായിട്ട് അവരുടെ കഴിവ് എന്താണോ അത് തിരിച്ചറിഞ്ഞ് അത് പ്രോത്സാഹിപ്പിക്കുവാൻ NEP വേദിയാകുന്നു. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഒരു ലിമിറ്റഡ് ഓപ്ഷൻസ്. കുട്ടികൾക്ക് ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. മാത്സ് പഠിക്കാൻ പറയുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ കഴിവുള്ള കുട്ടിക്ക് അതുപോലെ തന്നെ സയൻസ് പഠിക്കാൻ കഴിവുണ്ടാവണം എന്നില്ല. അതുകൊണ്ട് അവരോട് സ്കൂളിലുള്ള ലിമിറ്റഡ് കോഴ്സുകൾ വെച്ച് അവരുടെ അടുത്ത് ഷൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി അനുസരിച്ച് അവർക്ക് കഴിവ് എന്താണോ അതനുസരിച്ച് പഠിക്കാനുള്ള ഒരു അവസരം NEP ഒരുക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് മാത്സ് പഠിക്കണം. ഞാനിപ്പോൾ മാത്സ് സ്ട്രീമിലെ കുട്ടിയാണ്. അപ്പൊ മാത്സ് പഠിക്കണ എനിക്ക് ഇനി എക്കണോമിക്സും പഠിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എക്കണോമിക്സ് പഠിക്കുവാനും അതോടൊപ്പം ഡാൻസ് കൂടി എനിക്ക് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡാൻസ് കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് NEP ഒരുക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ചിട്ടുള്ള NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ പുതിയ മാറ്റങ്ങൾ ഓരോ തലത്തിലും, അത് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. കൃഷ്ണപ്രിയ. ഓക്കെ, NEP സ്കൂൾ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതി അനുസരിച്ച് നാം 10+2 സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, 10+2 11 to 12. എന്നാൽ ഈ ഒരു രീതിയെ കംപ്ലീറ്റ്ലി തച്ചുടച്ചുകൊണ്ട് NEP മുന്നോട്ട് വെക്കുകയാണ് 5+3+3+4 സ്ട്രക്ചർ. എന്താണ് ഈ 5+3+3+4? അതിൽ ഫസ്റ്റ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷണൽ സ്റ്റേജ്. അതായത്
ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അതിനു മുന്നുള്ള 2 KG ക്ലാസ്സസ്, LKG, UKG, അതിനു മുന്നുള്ള അംഗൻവാടി ക്ലാസ്സസ്. ഈ 5 വർഷം അടങ്ങിയതാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജില് കളിച്ചു പഠിക്കുക എന്നൊരു ആശയമായിരിക്കും നാം ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഇന്ന് പിന്തുടരുന്ന രീതി അനുസരിച്ചാണെങ്കിൽ 1-ാം ക്ലാസ് മുതലാണ് ഗവൺമെന്റ് കുട്ടികളെ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ NEP പ്രകാരം 1-ാം ക്ലാസ് മുതലല്ല, 3 വർഷം മുന്നേ, അതായത് അംഗൻവാടി KG ക്ലാസ്സസ് മുതലേ അവരെ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് NEP പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും അടങ്ങുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഇവിടെയും കളിച്ചു പഠിക്കുക എന്നൊരു ആശയമാണ് നാം പിന്തുടരുക. എന്നാൽ അതോടൊപ്പം ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ലേണിംഗിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജ്. 6th സ്റ്റാൻഡേർഡ്, 7th സ്റ്റാൻഡേർഡ്, 8th സ്റ്റാൻഡേർഡ് അടങ്ങിയതാണ് ഈ മിഡിൽ സ്റ്റേജ്. ഈ സ്റ്റേജസിന് വളരെ പ്രത്യേകതകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വൊക്കേഷണൽ കോഴ്സസ്, അതായത് തൊഴിലധിഷ്ഠിതമായ കോഴ്സസ് കൂടി ഈ ഒരു സ്റ്റേജിൽ നാം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. അത് കാർപെൻട്രി ആവാം, പ്ലംബിംഗ് ആവാം, ഇലക്ട്രിക്കൽ വർക്ക് ആവാം, പോട്രി ആവാം. അങ്ങനെ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളും സെലക്ട് ചെയ്ത് പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. ദെൻ കോഡിംഗ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രം പരിചിതമായിട്ടുള്ള കോഡിംഗ് ലാംഗ്വേജ് 6-ാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികളിലേക്കും എത്തിക്കണം എന്നാണ് NEP പറയുന്നത്. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റിനെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കോഡിംഗ്. ദെൻ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് സെക്കൻഡറി സ്റ്റേജ്. 9th സ്റ്റാൻഡേർഡ്, 12th സ്റ്റാൻഡേർഡ്, 9th മുതൽ 12th വരെ, അതായത് 9th, 10th, 11th, 12th അടങ്ങുന്നതാണ് ഈ ഒരു സ്റ്റേജ്. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് നമുക്ക് ഈ സ്റ്റേജിൽ കാണാൻ സാധിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നാം 10th-നും 12th-നും കൊടുക്കുന്ന ആ ഒരു ബോർഡ് എക്സാമിന്റെ ആ ഒരു പ്രഷർ കൊടുക്കേണ്ടിയില്ല എന്നാണ് NEP പറയുന്നത്. പകരം ഓരോ സ്റ്റേജസും കഴിയുമ്പോൾ എക്സാംസും, അതേപോലെ ഓരോ വർഷവും 2 എക്സാംസ് വെച്ച് ഉണ്ടാവും. ഇനി റിപ്പോർട്ട് കാർഡ് എന്ന ഒരു സിസ്റ്റം ഈ NEP എടുത്തു കളയുകയാണ്. പകരം സെൽഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്, അതായത് കുട്ടി തന്നെ കുട്ടിയെ സ്വയം വിലയിരുത്തുക. ഈ ഒരു മെത്തേഡ് ആയിരിക്കും ഇനി ഫോളോ ചെയ്യുക. കുട്ടിയോടൊപ്പം ടീച്ചറും അതേപോലെ കുട്ടിയുടെ സഹപാഠികളും ആ കുട്ടിയെ കുറിച്ചുള്ള വിലയിരുത്തൽ ആ കാർഡിൽ നൽകുന്നതായിരിക്കും. ഇനി 5-ാം ക്ലാസ് വരെയെങ്കിലും, അത് 8-ാം ക്ലാസ് വരെ ആക്കാമെന്നും പറയുന്നുണ്ട്, 5-ാം ക്ലാസ് വരെയെങ്കിലും പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകണം എന്നാണ് NEP പറയുന്നത്. ഇന്ന് ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 25% സ്റ്റുഡൻസ് ആണ് ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ വ്യത്യാസമുണ്ട്, ഇന്ത്യയിൽ അത് 50% ആക്കി ഉയർത്തുക എന്നതാണ് NEPയുടെ ഒരു പ്രധാന ലക്ഷ്യം. ഇനി നമുക്ക് കോളേജ് ലെവലുകളിലെ മാറ്റങ്ങൾ നോക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ, ഭാവിയിലെ എഡ്യൂക്കേഷനിലെ മാറ്റങ്ങളാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. കുറെ മാറ്റങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനവും അത്യാവശ്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സിംഗിൾ സെൻട്രലൈസ്ഡ് റെഗുലേഷൻ. മൾട്ടിപ്പിൾ എഡ്യൂക്കേഷൻ ബോർഡിംഗ് ആയ UGC, NIC, AICT പോലുള്ളവ എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഓർഗനൈസേഷനായി നടത്താൻ പോകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പോലത്തെ UGCക്കൊക്കെ പകരം ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിക്കാൻ പോവുകയാണ്. എന്നാൽ മെഡിക്കൽ മേഖലയെയും ഉന്നത വിദ്യാഭ്യാസത്തെയും ഒഴികെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തെയാണ് കൂട്ടിച്ചേർത്ത് ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ പോകുന്നത്. പിന്നെ ഗ്രാജുവേഷൻ, ഡിഗ്രി തരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി മൊത്തമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഏത് ഡിഗ്രിയും ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, അത് 3 വർഷത്തിൽ നിന്നും 4 വർഷത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇനി ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് എടുക്കുവാൻ സാധിക്കും. ബ്രേക്ക് എടുക്കുവാനും പഠനം അവസാനിപ്പിക്കാനുമുള്ള ഒരു അവസരവുമുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡിഗ്രി ഏതെങ്കിലും ഒരു വർഷത്തിൽ വെച്ച് നിർത്തുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത 10ലെ അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നതെങ്കിൽ, ഈ ഒരു പോളിസിയിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു വർഷം ഡിഗ്രി നിർത്തുകയാണെങ്കിൽ, ആദ്യത്തെ വർഷമാണ് നമ്മൾ നിർത്തുന്നതെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ്, ഒരു തൊഴിലധിഷ്ഠിത സർട്ടിഫിക്കറ്റും, 2ാം വർഷമാണെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും, 3ാം വർഷമാണെങ്കിൽ നമ്മുടെ സാധാ ബാച്ചിലേഴ്സ് ഡിഗ്രിയും, 4ാം വർഷമാണെങ്കിൽ
ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ഈ 4-ാം വർഷം ഓപ്ഷണൽ ആണ്. അത് കുട്ടികൾക്ക് തങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അത് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാനും ആഗ്രഹമുള്ള കുട്ടികൾക്കാണ് 4-ാമത്തെ വർഷം കൊണ്ടുവരുന്നത്. പിന്നെ ഈ സർവകലാശാല കോളേജ് പ്രവേശനത്തിന് ഒരു പൊതുപരീക്ഷ, നമ്മുടെ ഒരു കോമൺ എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് PG-ലോട്ട് വരുമ്പോൾ, എന്ന് വെച്ചാൽ MA MSc അങ്ങനെയുള്ള PG തരത്തിലോട്ട് വരുമ്പോൾ അത് 1 വർഷം മുതൽ 2 വർഷം ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എടുത്തവരാണെങ്കിൽ അവർക്ക് 1 വർഷത്തെ PG ചെയ്താൽ മതി. പക്ഷേ എന്നാൽ 3 വർഷത്തെ നമ്മുടെ സാധാ ഡിഗ്രി ആണെങ്കിൽ അവർ 2 വർഷത്തെ ഡിഗ്രി PG എടുക്കേണ്ട വരും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഓപ്റ്റ് ചെയ്യുന്നൊരു കോഴ്സാണ് MPhil. MPhil നിർത്തുക എന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞ് PG കഴിഞ്ഞ് MPhil കഴിഞ്ഞിട്ടാണ് PhD എന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇനി തൊട്ട് ഡിഗ്രി കഴിഞ്ഞ് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് പിന്നെ PhD. MPhil എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അത് കഴിഞ്ഞ് PhD-ലോട്ട് വരികയാണെങ്കിൽ PhD എടുക്കാനായിട്ടുള്ള ഒരു മിനിമം യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ 4 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ഇനി തൊട്ട് PhD എടുക്കുവാനുള്ള മിനിമം യോഗ്യത. അതുപോലെ തന്നെ റിസർച്ച് ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അതുപോലെ ഈ PhD കാലങ്ങളിൽ പഠനത്തിന്റെ സമയത്ത് ഒരു മൊഡ്യൂള് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കണം. അത് നിർബന്ധം ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ ഓട്ടോണമി സ്റ്റാറ്റസ് അത് എന്ന് പറയുകയാണെങ്കിൽ 10-15 വർഷത്തോടു കൂടിയായിട്ടാണ്. 10-15 വർഷത്തോടു കൂടി ഘട്ടം ഘട്ടമായിട്ട് എല്ലാ കോളേജുകളുടെയും അഫിലിയേഷൻ അവസാനിപ്പിക്കുകയും എല്ലാ കോളേജുകൾക്കും ഓട്ടോണമി പദവി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി കോളേജ്. അത് മിനിമം ഒരു 3000 കുട്ടികളെങ്കിലും ഉള്ള കോളേജുകളിൽ ഒരു സ്പെസിഫിക് കോഴ്സിന് എന്നതിന് പകരം കുറെ മെനി സ്ട്രീംസ് നമുക്ക് കുറെ സ്ട്രീമുകൾ എടുത്ത് ഉള്ള ഒരു കോളേജ് ആക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ IIT പോലുള്ള സ്ഥാപനങ്ങൾ അവിടെ എഞ്ചിനീയറിംഗിന് പുറമെ ആർട്സ്, MBA, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള സ്ട്രീംസ് വരിക എന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ടോപ്പ് 100 ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. പുറത്തുള്ള ഒരു ടോപ്പ് ആയിട്ടുള്ള 100 യൂണിവേഴ്സിറ്റീസ് അവരുടെ ക്യാമ്പസ് ഇന്ത്യയിൽ വരികയും അവരുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടത്തുകയും ചെയ്യുന്നതാണ്. എന്നാൽ എത്ര യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ വരും എന്നതുള്ള സംശയമാണ്. പക്ഷെ അങ്ങനെ വരാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തുള്ള യൂണിവേഴ്സിറ്റി അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുകയും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് കൂടാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അതിനു പുറമെ ഇങ്ങനെ പുറത്തുനിന്ന് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ചെലവ് കൂടുവാനുമുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാറ്റമാണ് ഓൺലൈൻ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ ടൈമില് ഓൺലൈൻ വിദ്യാഭ്യാസം നിലവിൽ വന്നു. എന്നാൽ ഇനി തൊട്ട് അതിന് ഒരു വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗം നിയോഗിക്കാൻ പോകുന്നു. ഒരു ഓൺലൈൻ ഡിജിറ്റൽ വിദ്യാഭ്യാസങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗം നിയോഗിക്കാൻ പോകുന്നു. അതാണ് ഇതുവരെയുള്ള കോളേജ് ലെവലുകളിലുള്ള മാറ്റങ്ങൾ. ഓക്കെ, ഇനി ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്നിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് ടെറ്റ്, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. പബ്ലിക് പ്രൈവറ്റ് വ്യത്യാസമില്ലാതെ എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഈ പോളിസി പ്രകാരം ടെറ്റ് എക്സാം ആയിരിക്കും. അതുപോലെ തന്നെ +2 കഴിഞ്ഞ് ഒരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് B.Ed-ഉം ഈ പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി 2 ഇയർ B.Ed-ഉം പോസിബിൾ ആണ്, അത് 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക്. സിമിലർലി 1 ഇയർ B.Ed-ഉം പോസിബിൾ ആണ്, അത് 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക്. നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ കെൽപ്പുള്ളതാണ് അവിടുത്തെ വിദ്യാഭ്യാസ രീതി. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രീതി 34 വർഷങ്ങൾക്ക് ശേഷം അടിമുടി മാറുമ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങളും കയ്യടികളും ആശങ്കകളും എല്ലാം ഒരേപോലെ ഉയരുന്നുണ്ട്. ഈ പോളിസിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു കറക്റ്റ് ഇഫക്റ്റോടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതും ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. എന്നിരുന്നാലും
ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനാവുന്ന, പഠിക്കുന്ന കാര്യങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്ന, എല്ലാ തൊഴിലുകളുടെയും മഹത്വം മനസ്സിലാക്കുന്ന ഒരു പുതുതലമുറ ഉയരുക തന്നെ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭപ്രതീക്ഷയോടെ കൃഷ്ണപ്രിയ TH ആൻഡ് ബിനയ കുളങ്ങര. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ബിനയ ആൻഡ് കൃഷ്ണപ്രിയ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, നന്ദി അർപ്പിക്കുന്നതിനായി തേർഡ് ഡിസിയിലെ ദിവ്യയെ ക്ഷണിക്കും. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോ ഇത്രയും നല്ലൊരു സെക്ഷൻ നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത ബിനയ, കൃഷ്ണപ്രിയ TH രണ്ടുപേരും ആദ്യമേ തന്നെ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോ ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ കോളേജിന്റെ പ്രിൻസി, റവറൻ സിസ്റ്റർ ശാലിനി മാം, അതേപോലെ തന്നെ നമ്മുടെ എല്ലാമായ സ്റ്റെല്ല സിസ്റ്റർ, പിന്നെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റ് ചെയ്ത അൻസ മാം, അതേപോലെ ഇവിടെ ഈ പ്രോഗ്രാമിന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്ന ബ്രിജിത് മാം, NCC ഗ്രൂപ്പ്, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഇത്രയും വാല്യുബിൾ ആയ നിങ്ങളുടെ ടൈം ഇവിടെ വേണ്ടി സ്പെൻഡ് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു ഓൾ. Good afternoon, everyone. Today, the auspicious of Unnat Bharat Abhiyan Cell of our college, we are organizing an awareness program on National Education Policy 2020. In this occasion, let me congratulate the resource persons of today. Today, the session is led by Jis Mary Jose of 2nd BA Literature and Shruti Sabu of 2nd Communicative English. I take this opportunity to congratulate both Jis as well as Shruti Sabu for this initiative. I also take this opportunity to congratulate the principal of our college, Dr. Sister Shalini, and Vice Principal, Dr. Sister Stella, and the entire UBA team led by Dr. Ansa Alfonsa Anthony for this venture. Let me now invite Ms. Archana CA of 2nd BSc Zoology for the welcome note. Archana, please. Archana. Yes, ma'am. Good afternoon, everyone. On this occasion, I would like to extend welcome our respected principal, Reverend Dr. Sister Shalini, in her absence. Next, I would like to invite the speakers of the program, Jis Mary Jose and Shruti Sabu, the NSS volunteers from English department. Next, let me extend my hearty welcome for all the faculty. Last but not the least, I would like to welcome all the people and students who have joined us today. Once again, welcome all to the session. Okay, now moving on to Shruti. Shruti, you can start the session. Okay, ma'am. Thank you. So, hello, everyone. Good afternoon. I'm Shruti Sabu from 2nd BA Communicative English, and we also have Jis Mary from 2nd BA English Literature. Today, we are here to give you guys a general awareness about National Education Policy 2020. They're informal discussion, so yeah. So let's begin. Is my screen visible, ma'am? Yeah, visible. Yes. Yes, it's visible. Okay, ma'am. Thank you. Okay, before we actually step into the topic, let me give you guys a premise about educational policies in India. Since the country's independence in 1947, the Indian government sponsored a variety of programs to address the problems of illiteracy, both in rural and urban India. 1947 independence കിട്ടിയ കാലം മുതൽ തന്നെ ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആയിരുന്നു ഇല്ലിറ്ററസി. അതുകൊണ്ട് തന്നെ അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരുപാട് ഏർലി പോളിസീസ് ഒക്കെ നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. ഏർലി പോളിസീസ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് എൻഹാൻസ്മെന്റിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ആക്സസ് ആൻഡ് ഇക്വിറ്റി, അതായത് മാക്സിമം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാം. ആക്സസ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ഇക്വിറ്റി, അതായത് നമുക്കറിയാം നമ്മുടെ നേഷനിൽ ജെൻഡർ ബയസ് ഉണ്ട്, അതുപോലെ ക്ലാസ് ബയസ് ഉണ്ട്, അതുപോലെ അത് മാത്രമല്ല ഡിസ്ക്രിമിനേഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു റിയാലിറ്റി ഒരിക്കലും എഡ്യൂക്കേഷനെ അഫക്റ്റ് ചെയ്യരുത്. അതായിരുന്നു നമ്മുടെ ഏർലി പോളിസീസിന്റെ മെയിൻ അജണ്ട. പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻവോൾവ്. 1968 ആദ്യത്തെ നാഷണൽ പോളിസി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് പാസ്സാക്കിയത്. അത് കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചായിരുന്നു. 1986 രാജീവ് ഗാന്ധി സാറ് ഒരു ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിലീസ് ചെയ്തു. അതാണ് ഇന്ന് വരെ ഫോളോ ചെയ്തിരുന്നത്. NPE എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. NPE 1992 PV നരസിംഹറാവു സാറ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തി. ഇപ്പോൾ ഏറ്റവും അടുത്ത് 2020 നരേന്ദ്രമോദി സർക്കാരിന്റെ അടിയിൽ ഒരു പുതിയ പോളിസി പാസ്സാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP. നേരത്തെ പറഞ്ഞ പോലെ 34 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ 29 ജൂലൈക്കാണ് ഈ ഒരു പോളിസി പാസ്സാക്കിയത്. The policy is a comprehensive framework for elementary education to higher education as well as vocational training in both rural and urban India. അതായത് ഈ ഒരു പോളിസി എഡ്യൂക്കേഷൻ, അതായത് ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ ഫ്രം എലിമെന്ററി ടു ഹൈ സ്കൂൾ, അത് മാത്രമല്ല വൊക്കേഷണൽ ട്രെയിനിങ്ങിനും നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. 2030 ഉള്ളിലാണ് ഇതൊരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ട്രാൻസ്ഫോം ചെയ്യുമെന്ന് അവർ കരുതുന്നത്. ട്രാൻസ്ഫോർമേഷൻസ്. സോ ട്രാൻസ്ഫോർമേഷൻ ഒബ്വിയസ്ലി ബിഗിൻസ് ഫ്രം സ്കൂൾ. ഇപ്പോഴത്തെ 10+2 സിസ്റ്റം മാറിയിട്ട് 5+3+3+4 എന്ന സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. 5+3+3+4 സിസ്റ്റത്തിന്റെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് we would like to discuss the demerits of the current system, അതായത് 10+2 സിസ്റ്റത്തിന്റെ. The first criticism is judging everyone with a single set of parameters. ഇത് വളരെ അധികം ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിലും പോപ്പുലർ ആയ ഒരു ഫോറസ്റ്റ് മെറ്റഫോർ വെച്ചിട്ടാണ്. അതായത് ആകാശത്ത് പറക്കുന്ന പക്ഷിക്കും മരം കയറുന്ന കുരങ്ങിനും തടാകത്തിലെ മീനിനും കുറുക്കനും മുയലിനും സിംഹത്തിനും എല്ലാവർക്കും മരം കയറി തന്നെ കഴിവ് തെളിയിക്കേണ്ടി വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതെന്ന് ക്രിട്ടിക്സുകൾ ഹ്യൂമറസ്ലി കമന്റ് ചെയ്യാറുണ്ട്. ഒബ്വിയസ്ലി ഇത് എല്ലാവർക്കും ഫെയർ ആയ ഒരു സിസ്റ്റം അല്ല. രണ്ടാമത്തത് എന്താന്ന് വെച്ചാൽ ലിമിറ്റഡ് ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം. നമുക്കറിയാം, അതായത് 10th വരെ സ്റ്റുഡൻസിന് ആകെ കൂടെ കിട്ടുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ മാത്രമാണ്. അത് തന്നെയാണെങ്കിൽ പോലും വൈഡർ ഓപ്ഷൻസ് ആയ ഫ്രഞ്ച്, സാൻസ്ക്രിറ്റ് മുതലായത് പല സ്കൂളുകളിലും അവൈലബിൾ അല്ല. അവർക്ക് അപ്പോൾ കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിന്ദി അല്ലെങ്കിൽ സ്വന്തം മദർ ടങ് ചൂസ് ചെയ്യുക എന്ന് മാത്രമാണ്. നോട്ട് പെർസ്യൂയിങ് വാട്ട് വൺ സ്റ്റഡീഡ്. നമുക്കറിയാം 10th കഴിഞ്ഞ് 12th എടുക്കുന്ന കുട്ടികൾ, ഞാൻ കൊമേഴ്സ് സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ പറയാം. അവർ ഇന്നേ വരെ പഠിച്ച സയൻസ് അല്ല പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊമേഴ്സിനെ കുറിച്ച് ഒരു ബേസിക് നോളജോ ബേസിക് ഐഡിയയോ ആ കുട്ടിക്ക് ഇതിനു മുമ്പ് കിട്ടുന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ്, സിലബസ്, കറിക്കുലം ആൻഡ് സിസ്റ്റം ഡസ് നോട്ട് ഗ്യാരണ്ടി എ ചൈൽഡ്സ് ഇമോഷണൽ ഓർ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ സിസ്റ്റം പൊതുവെ IQ-നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി കോഷ്യൻസിനൊന്നും ഇമ്പോർട്ടൻസേ കൊടുക്കുന്നില്ല. എസ്പെഷ്യലി EQ, ഇൻസൈറ്റ് കൂട്ടാനോ അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനോ, ഒരു സോഷ്യൽ സർക്കിളിൽ ചെന്ന് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അതുപോലെ തന്നെ ലൈഫിൽ ആക്ച്വലി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ്, അതായത് റിലേഷൻഷിപ്പ് ക്രൈസിസുകളാവാം, അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിന്റെ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, ഇവിടെ കലോത്സവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് കിട്ടുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു വളരെ ടൈറ്റ് സിലബസ് ഉള്ള ബോർഡ് എക്സാം പാസ്സായാലേ സ്കൂളിംഗ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാലന്റുകളൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് മാറ്റപ്പെടുകയാണ്. ആൻഡ് ഒബ്വിയസ്ലി നോ വൊക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. നമ്മൾ പുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത്രയും നാൾ പഠിക്കുന്നത്. പ്രാക്ടിക്കലോ അല്ലെങ്കിൽ വൊക്കേഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് കൂടാണ്ട് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ടോപ്പിക് ഇതല്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ 5+3+3+4 സിസ്റ്റം. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ഫൗണ്ടേഷൻ സ്റ്റേജ്. അത് 5 വർഷ കാലാവധിയിലാണ് നടപ്പാക്കുന്നത്. KG, LKG, UKG, ഫസ്റ്റ്, സെക്കൻഡ്. ഈ
ഈ ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഈ ഒരു സ്റ്റേജിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പ്രായം 3 മുതൽ 7 വരെ. ഏർലി ചൈൽഡ്ഹുഡ് ഫൗണ്ടേഷൻ, അതായത് ചെറുപ്പത്തിലെ തന്നെ ഒരു ഫൗണ്ടേഷൻ കിട്ടണം എന്നുള്ള ഒരു ഇൻസൈറ്റ് ഉള്ളിൽ വെച്ചിട്ടാണ് ഈ പോളിസി പാസ്സാക്കിയത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ മൾട്ടി ലെവൽ പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. പ്രിപ്പറേറ്ററി ഓർ പ്രൈമറി സ്റ്റേജ് 3 years ആണ് കാലഘട്ടം. 3rd to 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പ്രായം 8 മുതൽ 11 വരെ. ഫോക്കസസ് ഓൺ പ്ലേ, ഡിസ്കവറി, ആക്ടിവിറ്റി ബേസ്ഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ലേണിംഗ്. ഇന്ററാക്റ്റീവ് ആയ കളികളിലൂടെ ഒക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. മിഡിൽ സ്കൂൾ 3 വർഷമാണ്. 6th മുതൽ 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പ്രായം 12 തുടങ്ങി 14 വരെ. എക്സ്പെരിമെന്റൽ ലേണിംഗ് ഓഫ് സബ്ജക്ട്സ് ആണ് ഈ ഒരു സ്റ്റേജിൽ സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. കീ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ സ്കൂൾ. Students would be taught vocational crafts such as carpentry, electric work, metal work, gardening, pottery making, etc. Every child should learn at least one vocational craft and would be exposed to several more. അതായത് കാർപ്പൻട്രി, ഇലക്ട്രിക് വർക്ക്, മെറ്റൽ വർക്ക്, ഗാർഡനിങ് ഇങ്ങനത്തെ വൊക്കേഷണൽ ക്രാഫ്റ്റ്സും കൂടി കുട്ടികൾ പഠിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നിർബന്ധമായി എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം. കോഡിംഗ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ക്ലാസ് 6. നമുക്കറിയാം ഇപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡ് ആണ്. സോ ബേസിക് കോഡിംഗ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഭാവിയിൽ ഉപകാരപ്പെടും. A 10-day ബാഗ്ലെസ് പീരീഡ്. ബാഗിന്റെ വെയിറ്റ് അത് നേരത്തെ മുതൽ ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ്. അതുകൊണ്ട് തന്നെ 10 ദിവസം ബാഗില്ലാതെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനാവുന്ന ഒരു ഫെസിലിറ്റി മിഡിൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ഗെറ്റ് ടു ഇന്റേൺ അണ്ടർ ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ് ആൻഡ് പ്രൊഫഷണൽ. അതായത് ഈ വൊക്കേഷണൽ ക്രാഫ്റ്റ്സ്, അതായത് കാർപ്പൻട്രി, ഇലക്ട്രിക് വർക്ക്, മെറ്റൽ വർക്ക്, അതുപോലത്തെ അതിൽ എക്സ്പേർട്സിനും പ്രൊഫഷണൽസിന്റെയും അടിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടും. ഈ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലൂടെ അവർക്കൊരു റിയൽ വേൾഡിലേക്കുള്ള ഒരു ഏർലി എക്സ്പോഷർ തന്നെയാണ് കിട്ടുന്നത്. ഗവൺമെന്റ് ഹോപ്പ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ലേണേഴ്സ് through the school and higher educational system should have exposure to vocational education by 2025. 2025 ഈ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു 50% ഉള്ള ലേണേഴ്സിന് ഈ ഒരു വൊക്കേഷണൽ കോഴ്സ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം എന്ന് സർക്കാർ ഹോപ്പ് ചെയ്യുന്നത്. സെക്കൻഡറി സ്കൂൾ 4 വർഷമാണ്. 9th തുടങ്ങി 12th വരെയുള്ള കുട്ടികളാണ്. പ്രായം 14 മുതൽ തുടങ്ങി 18 വരെ. 2 ഫേസുകളിലാണ്. ക്ലാസ് 9, ക്ലാസ് 10, ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12. Focuses on multidisciplinary study, greater critical thinking and students' choice of subject. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ 9th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ അവർക്ക് വേണ്ട അക്കാഡമിക് ഡിസിപ്ലിൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സെക്കൻഡറി സ്കൂളിംഗ് കൊടുക്കുന്നുണ്ട്. Flexible subject option. Students can choose their subject to learn, allowing them to be more interdisciplinary. അതായത് ഇപ്പോൾ നമുക്കറിയാം, അതായത് 10th കഴിഞ്ഞ് പോയാൽ സയൻസ് എടുക്കുന്ന കുട്ടികൾ സയൻസ് തന്നെ ആയിരിക്കും പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് ബയോളജിയുടെ കൂടെ അക്കൗണ്ടിങ്ങോ അങ്ങനത്തെ വളരെ ഡിഫറെന്റ് ആയ 2 സബ്ജക്ട്സ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. സോ നൗ വി വുഡ് കണ്ടിന്യൂ ഡിസ്കസിങ് ആൻഡ് അനലൈസിങ് അബൌട്ട് ദ policy further, but it would be taken by my co-speaker Jismary. Over to you, Jis. Thank you, Shruti. Am I audible? Yes, you are. Yes, Jis, you are audible. Thank you, ma'am. Okay. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറുമ്പോൾ നമ്മൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഓൾട്ടർനേഷൻ ആണ്. അതായത് NEP 2020 മുന്നോട്ട് വെക്കുന്ന കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഓൾട്ടർനേഷനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് റെഡ്യൂസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബോർഡ് എക്സാം ആണ്. നമുക്കറിയാം, നമ്മൾ 10th ക്ലാസ്സിലും +2 അനുഭവിച്ച ഒരു കഷ്ടപ്പാട്.
ആരെങ്കിലും ചോദിച്ചാ ഏത് ക്ലാസ്സിലാ, 10ാം ക്ലാസ് അല്ലെങ്കിൽ +2? അയ്യോ 10ാം ക്ലാസ്സും +2 ആണോ? എന്തോ വലിയ നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് എപ്പോഴും ഈ ഒരു സമയത്ത് നമുക്ക് തരുന്നത്. ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. അയ്യോ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ജീവിതം തീർന്നു പോകുന്നു എന്നുള്ള ഒരു രീതിയിലൊക്കെയുള്ള സംസാരമാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. ഇത് ഒരു പല ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സാം റിസൾട്ട് വരുന്നതിന് മുൻപേ കുട്ടികൾ പ്രഷർ കാരണം ആത്മഹത്യ ചെയ്യുന്നു, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് തികച്ചും മണ്ടത്തരമായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും അത് ഉളവാക്കുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. NEP 2020 വരുന്നതോടുകൂടെ ഈ ബോർഡ് എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് കുറയും. അതിന് കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് എക്സാംസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ട്വൈസ് എ ഇയർ. ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് സ്ട്രെസ് ഓഫ് ബോർഡ് എക്സാം. ബോർഡ് എക്സാമിന്റെ സ്ട്രെസ്സും ഇമ്പോർട്ടൻസും കുറയ്ക്കാനായിട്ടാണ് ഇത്. അത് മാത്രമല്ല, എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 2 പാർട്സ്. 2 പാർട്ടായിട്ടായിരിക്കും എക്സാം നടത്തുക. ഒന്ന് ഒബ്ജക്റ്റീവും ഒന്ന് ഡിസ്ക്രിപ്റ്റീവും. അങ്ങനെ 2 പാർട്ടായിട്ടാണ് എക്സാംസ് നടത്തുക. എക്സാം ക്യാൻ ബി കണ്ടക്റ്റഡ് ട്വൈസ് എ ഇയർ. ബോർഡ് എക്സാം ഷുഡ് പ്രൊമോട്ട് നോളേജ് ആപ്ലിക്കേഷൻ റാദർ ദാൻ റോട്ട് ലേണിംഗ്. നമ്മൾ എന്താണോ ബുക്കിലുള്ളത് അത് മാത്രമായിട്ട് ബോർഡ് എക്സാം മാറാതെ ബോർഡ് എക്സാം നോളേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിട്ട് മാറ്റും. എന്ത് വരുന്നതിലൂടെ? NEP 2020 വരുന്നതിലൂടെ ബോർഡ് എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നു. അടുത്ത ഒരു ചേഞ്ച് ആണ് സ്പെഷ്യൽ റിപ്പോർട്ട് കാർഡ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ പാരന്റ്സ് മീറ്റിംഗ് നമുക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ്. വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു, മാർക്ക് നോക്കുന്നു, കുറഞ്ഞു പോകുന്നു, വഴക്ക് കേൾക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു പ്രവണത. പക്ഷെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞ പോലെ നേരത്തെ എന്റെ കോ പാർട്ട്ണറായ ശ്രുതി പറഞ്ഞു, നമ്മളൊരു എല്ലാ ആകാശത്ത് പറക്കുന്ന പറവകളെയും പുഴയിൽ നീന്തുന്ന മീനുകളെയും എല്ലാം കഴിവ് തെളിയിക്കുന്നു, ആകെ മരത്തിൽ കയറിയാൽ മാത്രമേ നിങ്ങൾ കഴിവ് തെളിയുള്ളൂ എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ ഇത് നമുക്ക് അത് ചിലപ്പോൾ ഓടാൻ കഴിവുള്ള കുട്ടികളായിരിക്കാം, വേറെ പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളായിരിക്കാം. ഇവരെല്ലാം ഒരു സ്റ്റഡീസിന്റെ ബേസിസിൽ അനലൈസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് മാറി വേറൊരു സ്പെഷ്യൽ റിപ്പോർട്ട് കാർഡാണ് വരുന്നത്. എന്ന് വെച്ചാൽ റിപ്പോർട്ട് കാർഡ് വിൽ ഇൻക്ലൂഡ് സെൽഫ് അസസ്മെന്റ് ബൈ സ്റ്റുഡൻസ് ഇൻ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് ടീച്ചേഴ്സ് ഇവാലുവേഷൻ ഷീറ്റ്. ടീച്ചേഴ്സിന്റെ ഇവാലുവേഷൻ ഷീറ്റിനോടൊപ്പം നമുക്ക് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാനും സെൽഫ് അസസ്മെന്റിനും പറ്റുന്ന ഒരു റിപ്പോർട്ട് കാർഡും കൂടെ വരുന്നുണ്ട്. അതിന്റെ പേരാണ് പരാഗ്. അതായത് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനലൈസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇതാണ് അതിന്റെ ഫുൾ ഫോം പരാഗിന്റെ. എ ന്യൂ നാഷണൽ അസസ്മെന്റ് സെന്റർ വിൽ ബി സെറ്റ് അപ്പ് ആസ് എ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി. ഒരു പുതിയ അസസ്മെന്റ് സെന്റർ ആയിരിക്കും നമുക്ക് ഇതുവഴി വരാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇൻക്രീസസ് ഇൻ GDP. GDP എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എക്കണോമിക്കിന്റെ വളർച്ചയും താഴ്ചയും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 6% GDP ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 2018-19 എക്കണോമിക് സർവേ പ്രകാരം ഇപ്പൊ 3% ഓഫ് GDP ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഉള്ളത്. അത് മാറി 6%, ഓൾമോസ്റ്റ് ഇരട്ടി പെർസെന്റേജ് ഓഫ് GDP ആണ് നമുക്ക് എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ക്വാളിറ്റി എല്ലാം നമുക്ക് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ഒരു പോയിന്റ് ആണ് മിഡ് ഡേ മീൽ സ്കീം. ഇത് ഓൾറെഡി ഉള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു പതിവ്. ഇത് കുട്ടിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചും കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ഡേ മീൽ സ്കീം വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ്. സ്കൂളിൽ വരുന്ന ഒരു കുട്ടിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് കുട്ടിയുടെ കുറേം കൂടെ ഉള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു. അത് മാത്രമല്ല, മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കൗൺസിലേഴ്സിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും സ്കൂളിൽ ഉൾപ്പെടുത്തും.
ഇപ്പോൾ നിലവിലുണ്ട് എങ്കിൽ പോലും കൂടുതലായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യും. അടുത്തതാണ് ഹയർ എഡ്യൂക്കേഷൻ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സ്കൂൾ ലെവലിൽ NEP കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോളേജ് ലെവലിൽ അത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നതാണ്. The UG degree structure will be available for the duration of 3 and 4 years. 3 വർഷം 3 അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സസ് ആയിരിക്കും ഇനി നമുക്ക് ഉണ്ടാവുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഇപ്പൊ നമ്മൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ഡിഗ്രി സെക്കൻഡ് ഇയർ വെച്ചിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് പഠിപ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും റീജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഗ്രി ഫസ്റ്റ് മുതൽ തന്നെ തുടങ്ങണം. ഈ ഒരു സിസ്റ്റം ഇത് NEP വരുന്നതോടുകൂടെ എടുത്തു മാറ്റപ്പെടുന്നു. നമ്മൾ എവിടെയാണോ പഠിച്ച് നിർത്തിയത് അവിടെ മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. If they leave the course, there is an option to continue from where they left. എവിടെ നിന്നാണോ അവർ ലെഫ്റ്റ് ചെയ്തത് അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. 3 ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞ പോലെ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. സെക്കൻഡ് ഇയറും സെയിം ഫീച്ചർ ആണ്, നമുക്ക് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. തേർഡ് ഇയറിലും സെയിം ഓപ്ഷൻ ഉണ്ട്, എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ. പക്ഷെ തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് 4 ഇയർ ഡിഗ്രി കോഴ്സസിനും വരുന്നത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. തേർഡ് ഇയർ അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഫോർത്ത് ഇയർ പ്രോപ്പർ ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ എല്ലാ ഘട്ടത്തിലും നമുക്ക് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. ഇനി UG എഡ്യൂക്കേഷന്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം വിൽ ബി ക്രെഡിറ്റ് ബേസ്ഡ്. ഇനി ഉള്ള നമ്മുടെ ഡിഗ്രി പഠന കാലഘട്ടം ക്രെഡിറ്റ് ബേസ്ഡ് ആയിരിക്കും. എന്താണ് ക്രെഡിറ്റ്? ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 hour ഓഫ് ടീച്ചിങ്, അത് ലെക്ചറോ ട്യൂട്ടോറിയലോ ആവാം, അല്ലെങ്കിൽ 2 hours ഓഫ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ആവാം. ഈ ക്രെഡിറ്റ് ബേസിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കോഴ്സും തീരുമാനിക്കുന്നത്. അതായത് ഓരോ കോഴ്സിനും ഇത്ര ക്രെഡിറ്റ് വേണം എന്ന് നിബന്ധനയുണ്ടാവും. അത്രയും ക്രെഡിറ്റ് അവേഴ്സ് നമ്മൾ തീർത്താൽ മാത്രമേ ആ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ആർ ഡിപ്പെൻഡഡ് അപ്പോൺ ദ കോഴ്സ് ദ സ്റ്റുഡന്റ് സെലക്ട്. ഒരു കുട്ടി തെരഞ്ഞെടുക്കുന്ന കോഴ്സിനനുസരിച്ചായിരിക്കും ഈ ക്രെഡിറ്റ് അവേഴ്സിന്റെ എത്രയാണ് ക്രെഡിറ്റ് അവേഴ്സ് എന്നുള്ളത് വരുന്നത്. ഇതേ സെയിം സിസ്റ്റം ആണ് USA ഫോളോ ചെയ്യുന്നത്. അതായത് USA ഇത് സെയിം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ 4 ഇയർ ഓഫ് ഡിഗ്രി ഇതാണ്. അവിടെ സെമസ്റ്ററിന് 120 to 128 സെമസ്റ്റർ ക്രെഡിറ്റ് അവേഴ്സ് ആണ് അവിടെ ഇപ്പം നിലവിലുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ കോഴ്സ് അടിസ്ഥാനത്തിലായിരിക്കും ക്രെഡിറ്റ് അവേഴ്സ് വരിക. അടുത്തതാണ് ഹയർ എഡ്യൂക്കേഷൻ. The higher educational institutes now will have the option of offering 1 year master's degree under NEP 2020. നമുക്കൊരു 1 year ഓഫ് മാസ്റ്റർ ഡിഗ്രി കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് BCom, BSc, BA തുടങ്ങിയ 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ 2 വർഷമായിരിക്കും അതിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് വെച്ചാൽ 3+2 സ്ട്രക്ചർ. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് മാറ്റമില്ല. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോൾ സെക്കൻഡ് ഇയർ കൂടുതലായിട്ടും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്, എക്സ്പെരിമെന്റൽ റീസെർച്ച് ഫീൽഡ് മേഖലകളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും ഇതിന്റെ സെക്കൻഡ് ഇയർ. 3+2 സ്ട്രക്ചർ ആയിരിക്കും. ഇനി ഇതേ തന്നെ നമ്മൾ 4 ഇയർ ഓഫ് ഡിഗ്രി കോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് BTech, BE, BPharm തുടങ്ങിയ കോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് 1 ഇയർ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കുള്ളൂ, 1 ഇയർ PG ഉണ്ടായിരിക്കുകയുള്ളൂ. അതിൽ 4ാമത്തെ വർഷമായിരിക്കും റീസെർച്ച് അല്ലെങ്കിൽ ഫീൽഡ് വർക്കിന് കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്. ഈ ഒരു സ്ട്രക്ചർ 4+1 സ്ട്രക്ചർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു ഒരു നീക്കമാണ് ഗവൺമെന്റ് ടു ഡിസ്കണ്ടിന്യൂ MPhil. NEP 2020 വരുന്നതോടുകൂടി MPhil ഗവൺമെന്റ് എടുത്തു കളയുകയാണ്.
കമ്പയർഡ് ടു PhD, PhD-നെ കമ്പയർ ചെയ്യുമ്പോൾ MPhil ആക്ച്വലി ലോ ആക്റ്റീവ് കോഴ്സ് ആണ് PhD-നെ കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് ഒരിക്കലും MPhil മോശമാണ് എന്നല്ല. പക്ഷെ എന്തുകൊണ്ടോ NEP വരുന്നതോടുകൂടെ ഗവൺമെന്റ് MPhil എന്നുള്ള മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി എന്നുള്ള കോഴ്സ് എടുത്തു മാറ്റുകയാണ്. No hard separation between arts and science subjects between curricular and extracurricular activities. NEP വരുന്നതോടുകൂടെ ആർട്സ് അല്ലെങ്കിൽ സയൻസ് എന്ന സബ്ജക്റ്റിന്റെ വേർതിരിവ്, അല്ലെങ്കിൽ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ള വേർതിരിവ്, വൊക്കേഷണൽ അക്കാഡമിക് തുടങ്ങിയ ഒരു വേർതിരിവുകളും ഉണ്ടാവുകയില്ല. നമുക്കറിയാം ആർട്സിലാണെങ്കിൽ ആണ് വരുന്നതെങ്കിൽ ഇംഗ്ലീഷ്, ഫിലോസഫി, ഹിസ്റ്ററി, ജോഗ്രഫി, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ്. ഈ ആർട്സ് സബ്ജക്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, സൈക്കോളജി, ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയവയാണ് നമ്മൾ ആർട്സ് സബ്ജക്ട്സ് ആയിട്ട് കണക്കാക്കുന്നത്. സയൻസ് സബ്ജക്ട്സ് നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോളജി, ആസ്ട്രോണമി, ബോട്ടണി തുടങ്ങിയ സബ്ജക്ട്സിനൊക്കെയാണ് നമ്മൾ സയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. NEP വരുന്നതോടുകൂടെ ഈ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പൊ വിദേശത്തുള്ള കുട്ടികളൊക്കെ അവരൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് സ്വന്തമായി ഏൺ ചെയ്തിട്ടാണ് അവര് പഠിക്കുന്നത്. അവിടെ ഇന്ന ജോലിക്ക് വിലയുണ്ട്, ഇന്ന ജോലിക്ക് വില കുറവാണ്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. എല്ലാ ജോലിയും ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. അവർ ചിലപ്പോൾ അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ട് ഇപ്പോ ഹോട്ടലിൽ വെയിറ്റർ ആയിട്ട് പോകും, ചിലപ്പോൾ പാത്രം കഴുകാൻ പോകും. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് കരുതുന്നു. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഇപ്പൊ ഒരു കൂലിപ്പണിക്ക് പോവാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഉത്സാഹം കാണിക്കില്ല. കാരണം എവിടെയൊക്കെയോ നമ്മുടെ മൈൻഡിൽ ഉയർന്ന ജോലി അല്ലെങ്കിൽ താഴ്ന്ന ജോലി എന്നൊരു ഒരു വേർതിരിവുണ്ട്. വൈറ്റ് കോളർ ജോബ് മാത്രമാണ് നല്ലത് എന്നൊക്കെ ഉള്ളൊരു എവിടെയൊക്കെ ഒരു വേർതിരിവ്. അപ്പോ ഈ ഒരു സെപ്പറേഷൻ ഇല്ലാതാകുന്നത് കൂടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മൂല്യമുണ്ടെന്ന്, അങ്ങനെ ഒരു മെത്തേഡിലേക്ക് എത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. This would enable the elimination of harmful hierarchies between different area of learning. ലേണിംഗ്സിലും ജോബ്സിലുമുള്ള ഈ ഡിസ്ക്രിമിനേഷൻ, ഹയറാർക്കിക്കൽ ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. The policy proposes to internationalize education in India. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് എഡ്യൂക്കേഷൻ പോളിസിയാണ്. നമുക്കറിയാം നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. നമുക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മളും ഇവിടെ പോയിട്ടൊക്കെ പഠിക്കുന്ന ഒരു സ്വപ്നം. ഇപ്പൊ നമുക്ക് അറിയാം പലപ്പോഴും നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് ഇത്തരം യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുക എന്ന് പറയുന്ന ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് നമ്മുടെ ഇന്ത്യയിലും കോളേജസ് തുറക്കാനുള്ള ഒരു അനുമതിയാണ് നമ്മുടെ NEP മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ഫീസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വിൽ ബി ഫിക്സ്ഡ്. നമുക്കറിയാം നമ്മുടെ ഓരോ കോഴ്സസിനും ഓരോ കോളേജിനും ഓരോ റേറ്റ് ഒക്കെയാണ്. ഇത് ഒരു സാധാരണ വീട്ടിലൊരു കുട്ടിക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട്. NEP വരുന്നതോട് കൂടിയിട്ട് പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലെ എല്ലാ കോഴ്സസിനും എല്ലാ എഡ്യൂക്കേഷൻ ഇതിന്റെയും ഫീസ് ഫിക്സ്ഡ് ആക്കിയിട്ട് മാറ്റും. നമുക്കറിയാം ഈ NEP 2020 വന്നതോട് കൂടിയിട്ട് ഒരുപാട് ഡിബേറ്റ്സും ഒരുപാട് ചർച്ചകളും NEP-നെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനൊക്കെ ആണ് അത്തരത്തിലുള്ള ചർച്ചകൾ വന്നേ എന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്രിറ്റിസിസം. ലാംഗ്വേജ്. NEP 2020 പറയുന്ന ഒരു പോയിന്റ് ഇതാണ്: wherever possible the medium of instruction till 5th grade but preferably till 8th grade and beyond will be the home language, local language and regional language. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ 5ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിക്കേണ്ടി വരും. തമിഴ്നാട്ടുകാരാണെങ്കിൽ തമിഴിലായിരിക്കും പഠിക്കേണ്ടി വരിക. ഇത് വലിയൊരു ക്രിട്ടിക്ക് കേട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഇപ്പൊ ഞാനൊരു 5ാം ക്ലാസ് വരെ ഞാൻ കേരളത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. എന്റെ വീട്ടില് എന്റെ അച്ഛന് ജോലി കിട്ടി, ജോലിക്ക് ട്രാൻസ്ഫർ കിട്ടി, അല്ല കർണാടകയിലോ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ അവിടെ കന്നഡ സിലബസ് വേണ്ടി വരും ഞാൻ പഠിക്കാനായിട്ട്. അപ്പോൾ അത് തികച്ചും നമുക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങള് എല്ലാം, അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പിന്നെ ഇതില് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം കുറയുന്നു. കാരണം നമുക്കറിയാം 8ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് അല്ലെ മലയാളം മീഡിയം ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷിന്റെ ആ ഒരു മൂല്യം നമുക്ക് കുറയും. നമുക്കറിയാം ഇന്ത്യയില് മെജോറിറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവരുടെ കണക്കാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരം ജോലി മേഖലകളെയും കൂടെ ബാധിക്കും എന്ന് ക്രിട്ടിക്സ് പറയുന്നു. മാത്രമല്ല നമുക്കറിയാം കമ്പ്യൂട്ടർ കോഡിങ്ങിനൊക്കെ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളതിന്റെ മൂല്യം ഇതിൽ കുറയുന്നു എന്ന് ക്രിട്ടിക്സ് പറയുന്നു. പിന്നെ മറ്റൊരു പോയിന്റ് ആണ് ആന്റി ഡെമോക്രാറ്റിക് എന്നുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതായത് എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് മാറ്റം വരുത്തേണ്ടത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ക്രിട്ടിക്സ് വാദിക്കുന്നത്. Several students and teachers bodies have criticized that this policy of being anti-democratic. They alleged that the state were not consulted before making this policy. സ്റ്റേറ്റിനെ അവർ ഈ ഒരു പോളിസി ഉണ്ടാക്കുന്നതിന് മുൻപ് കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. പിന്നെ മറ്റൊരു പോയിന്റ് ആണ് പവർ ഗോട്ട് സെൻട്രലൈസ്ഡ്. ഈ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ഒരു കാര്യം ആണ് ഈ NEP 2020 വരുന്നതോടുകൂടി ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കും. സ്റ്റേറ്റിന് അതിന് ഒരു വോയിസും ഉണ്ടാവില്ല. സ്റ്റേറ്റിന് അത് ചേഞ്ച് ചെയ്യാനോ സ്റ്റേറ്റിന് അത് ശരിയായില്ല അങ്ങനെ ക്രിട്ടിക്സ് ചെയ്യാൻ സ്റ്റേറ്റിന് യാതൊരു അവകാശവുമില്ല. ടീച്ചേഴ്സ് ട്രെയിനിങ് സിലബസ് കാര്യങ്ങൾ എല്ലാം സെൻട്രലൈസ്ഡ് ആവും. സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും തീരുമാനിക്കുക നമ്മുടെ സിലബസും സബ്ജക്ട്സും കാര്യങ്ങളും. അതൊരു സെൻട്രലൈസ്ഡ് പവർ ആക്കുന്നത് ഒരു ക്രിറ്റിസിസം ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. അടുത്തതാണ് തിയറിറ്റിക്കൽ ബട്ട് നോട്ട് പ്രാക്ടിക്കൽ. Because there are so many government schools who lack teachers and infrastructures already. If they lack teachers, അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പിന്നെയും മെച്ചമാണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും പല ഗവൺമെന്റ് സ്കൂൾസിലും മതിയായ അധ്യാപകരില്ല, പഠിപ്പിക്കാനുള്ള അധ്യാപകരില്ല, പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല, ഡെസ്കും ബെഞ്ചും ഇല്ല, ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇല്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കേരളത്തിൽ പിന്നെയും ഭേദമാണെന്ന് പറയുമ്പോഴും നമുക്ക് നോർത്ത് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആ ഒരു ഇതില്ല. അപ്പോൾ ഇങ്ങനെ നോർമൽ സബ്ജക്ട്സ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ എങ്ങനെയാണ് വൊക്കേഷണൽ ട്രെയിനിങ്, കാർപ്പൻട്രി, പോട്ടറിങ് തുടങ്ങിയവയ്ക്കുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തുക എന്നുള്ള ഒരു ചോദ്യം ക്രിട്ടിക്സ് ഉന്നയിക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻക്രീസ് സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം കൃത്യമായ എഡ്യൂക്കേഷൻ ലഭിച്ചില്ലെങ്കിൽ കുട്ടികൾ പകുതി വഴിക്ക് വെച്ച് അവരുടെ വിദ്യാഭ്യാസം നിർത്തിപ്പോകും. കാരണം ഒരു 6ാം ക്ലാസ് മുതലൊക്കെ നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ഈ പറയുന്ന ഒരു പോർട്ടർ അങ്ങനെയുള്ളൊക്കെ നമുക്ക് ഇത് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇന്റേൺഷിപ്പും കാര്യങ്ങളായിട്ട് പോകും. എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യില്ല, പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിച്ചില്ലെങ്കിൽ കുട്ടികൾ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നും ക്രിട്ടിക്സ് വാദിക്കുന്നുണ്ട്. സോ ഇതോടുകൂടെ ഞങ്ങളുടെ പ്രസന്റേഷൻ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഓക്കെ, താങ്ക് യു ശ്രുതി ആൻഡ് ജസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടോ? Now I invite Jona Joby of 3rd BSc Zoology Model 2 to propose a vote of thanks. Jona? Ma'am. Okay. Ma'am, audible alle? Audible ആണ്. പറഞ്ഞോ ജോന. Okay. Good evening all. It's my privilege to have been asked to propose a vote of thanks on this occasion. First, I would like to thank our dear principal and vice principal who gave us an opportunity to be part of this informative section. Thank you, sister. I may like to express our sincere thanks to UBA coordinator Dr. Ansa Alfonso Anthony for the enormous coordination she has done to make this section wonderful. Thank you, ma'am. Next, I'm very grateful to our student speakers, Jismeri Jose and Shruti Sabu, for giving an excellent coverage about the new national education policy and also for making this section interesting and meaningful. Thank you, friends. We are grateful to our dear Bridget ma'am and India NCC team for the support and wonderful coordination. Thank you, ma'am. I also extend my sincere thanks to the Zoology department and the students for their kind cooperation. Finally, I take this opportunity to thank all the participants for making this section a grand success.
Once again, thank you all. Okay, thank you, Jonah. And thank you once again to the UBA coordinator and the entire UBA team, as well as the resource persons of today. അഭിയാൻ യുബിഎയുടെ മുഖ്യ ലക്ഷ്യം എന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ വഴിയായിട്ടും വിദ്യാർത്ഥികൾ വഴിയായിട്ടും ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള സുസ്ഥിരമായ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സെന്റ് സേവിയേഴ്സ് കോളേജും അതിന്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് ഏറെ അഭിമാനകരം തന്നെ. നമ്മുടെ സെന്റ് സേവിയേഴ്സ് കോളേജ് യുബിയുടെ ഭാഗമായി 5 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തുകളെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ ഇന്നത്തെ വെബിനാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യുബിയുടെ ഭാഗമായി തന്നെ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി NEP കുറിച്ച് ഒരു ബോധവൽക്കരണം നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും അതുവഴിയായി നമ്മുടെ സമൂഹത്തിലേക്കും എത്തിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മളുടെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് തെരഞ്ഞെടുത്തിരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നമ്മുടെ BCom ടാക്സ് സെൽഫ് വിഭാഗത്തിലെ എല്ലാ കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഞാൻ വളരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ വെബിനാർ എടുക്കുന്ന 2 കുട്ടികളെയാണ്. നമ്മുടെ കോളേജിൽ തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള മറിയ പാട്രിക്കും BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സ്നേഹ ഗ്രേസും ചേർന്നാണ് നമ്മൾക്ക് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെ കുറിച്ചുള്ള ഈ ക്ലാസ് എടുക്കുന്നത്. ഇരുവരും NSSലെ അംഗങ്ങളാണ്. ഇരുവരെയും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ മറിയ പാട്രിക് ആണ് നമുക്ക് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെ കുറിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുന്നത്. മറിയയെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. Good morning all. I am Maria Patrick and with me Sneha Grace. I am standing in front of you to give an awareness about our National Education Policy 2020. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ ഈ പുതിയ പോളിസിനെ കുറിച്ച്. പക്ഷെ ഇതിന് എന്താ സംഭവം എന്ന് ആർക്കും വലിയ പിടുത്തമുണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് കിട്ടിയ അറിവുകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 1986 ഇന്ദിരാഗാന്ധിയാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. 1986 രാജീവ് ഗാന്ധി അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി. ആൻഡ് 1992 PV നരസിംഹറാവു അതിൽ സാരമായ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയുണ്ടായി. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ പോളിസിയാണ്. പിന്നീട് 34 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഇത്തരം ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റായ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഈ ഇത്രയും വലിയൊരു ചേഞ്ച് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഉണ്ടാവുന്നത്. After a long 34 years of gap education, policy was changed on 29 July. 34 വർഷങ്ങൾക്ക് ശേഷം 2020 ജൂലൈ 29 നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. The policy is a comprehensive framework for elementary education to higher. Elementary education തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ഇതിന്റെ മെയിൻ എയിം, both rural and urban areas. The policy aimed to transformation India education system to 2030. 2030 ആകുമ്പോഴേക്കും ഇത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ കൊണ്ടുവരാനാണ് നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മേജർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ എഡ്യൂക്കേഷന്. ഫസ്റ്റ് സ്കൂൾ ലെവലാണ്. സ്കൂൾ ലെവലിൽ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് 10+2 സിസ്റ്റം ആണ്. അപ്പോൾ അത് ഇനി മാറാൻ പോകുന്നത് 5+3+3+4 എന്ന സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ആദ്യം തന്നെ സംഭവിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഡീമെറിറ്റ്സിനെ കുറിച്ചും ചർച്ച ചെയ്യാം. എന്നിട്ട് നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് കടക്കാം. ജഡ്ജിങ് എവരിവൺ വിത്ത് എ സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. എല്ലാവരെയും ഒരേ അളവുകോല് വെച്ച് അളക്കുക എന്നറിയില്ലേ, അതാണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുരങ്ങനോട് മീനോടും മരം കയറാൻ പറയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പൊ ഒരു ടെക്നിക്കലി ടാലന്റ് ഉള്ള ഒരു കുട്ടിയോടും പഠിക്കാൻ
കഴിവുള്ള കുട്ടിയോടും കൂടി ഓരോ ടാസ്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് എല്ലാവരും പഠിക്കണം എന്ന് തന്നെ പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പൊ ടെക്നിക്കലി വില്ലിങ് ആയ കുട്ടി ചിലപ്പോ തോറ്റുപോകും. അപ്പം പഠിക്കുന്ന കുട്ടിക്ക് മാത്രം അതിന് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ സക്സസ് ആയ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. മറ്റേ കുട്ടിക്ക് അത് ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കുന്നത് ആ കുട്ടിയെ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനൊരു സാധ്യത തുറന്നിടുന്നുണ്ട്. അപ്പൊ ജഡ്ജിങ് എവരി വൺ വിത്ത് എ സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, എല്ലാവരെയും ഒരേ അളവ് പോലെ കൊണ്ട് തന്നെ അളക്കുന്നു. ലിമിറ്റഡ് ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോട്ട് ഇമ്പോർട്ടൻസ് ടു യൂണിക് സ്കിൽസ് ഓഫ് ദി സ്റ്റുഡൻസ്. കുട്ടികളുടെ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരുടെ പഠനത്തിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോട്ട് പെർസ്യൂയിങ് വാട്ട് വൺ സ്റ്റഡി. ഇപ്പൊ നമ്മ 10th വരെ പഠിച്ച കാര്യങ്ങളല്ല പിന്നെ +1 +2 പഠിക്കുന്നത്, അതായിരിക്കും ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മ 10th വരെ സയൻസ് ഒക്കെ പഠിക്കുന്നു, +2 കൊമേഴ്സ് എടുക്കണമെങ്കിൽ ഈ പഠിക്കണ ഇത്രയും നാള് പഠിച്ചതിന്റെ ഒരു ആവശ്യം കൊമേഴ്സിൽ വന്നില്ല. +2 കൊമേഴ്സ് എടുക്കണമെങ്കിൽ തന്നെ. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നോട്ട് പെർസ്യൂയിങ് വാട്ട് വൺ സ്റ്റഡി. സിലബസ്, കരിക്കുലം ആൻഡ് സിസ്റ്റം does not guarantee a child emotional creative development. നമ്മിപ്പോ ഈ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കരിയറിനെ, നമ്മുടെ ഒരു ചൈൽഡിന്റെ ഇമോഷണലിനെ ഒന്നും ബാധിക്കുന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും അതിനൊന്നും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഒന്നും ഉപകരിക്കുന്നില്ല. നോ വെക്കേഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. മെയിൻ ആയിട്ട് പറഞ്ഞാൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇല്ല. എപ്പൊ കൊടുക്കുന്നത് മൊത്തം നമ്മ പഠിക്കണം, കുറെ ബുക്ക് കൊടുത്താൽ തരും, അതിൽ കുറെ കണ്ടന്റ് ഒക്കെ തരും, അത് നമ്മൾ പഠിക്കണം, അത് കാണാപ്പാഠം പഠിച്ച അല്ലാണ്ടൊക്കെ എഴുതി പാസ്സാവും. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം കടന്നു വരുന്നത്. ഇതാണ് നമ്മുടെ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലാണ് അതിനെക്കുറിച്ച് ചേഞ്ചസ് ടു 5+3+3+4. ആദ്യത്തെ 5 നമുക്ക് നമുക്ക് ചർച്ച ചെയ്യാം. സ്റ്റേജ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പഠിക്കുന്നത് അംഗൻവാടി കഴിഞ്ഞാൽ 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് പോണത്. അപ്പൊ കുട്ടികൾ പ്ലേ സ്കൂളിലൊക്കെ കൊണ്ടാക്കുന്നു നമ്മ. അപ്പൊ ആ പ്ലേ സ്കൂളിന്റെ കാലഘട്ടം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 5 years പ്ലാൻ എന്നത്. അപ്പൊ ഒരു കുട്ടി 3 വയസ്സ് തുടങ്ങി വിദ്യാഭ്യാസം ആരംഭിക്കും. എഡ്യൂക്കേഷൻ പോളിസി എയിംസ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് ഫൗണ്ടേഷൻ. ചെറുപ്പത്തിലെ തന്നെ കുട്ടിക്ക് പഠനത്തിനുള്ള താല്പര്യം ഇതുവഴി കുട്ടിക്ക് ലഭിക്കുന്നു. ഫോക്കസസ് ഓൺ മൾട്ടി ലെവൽ പ്ലേ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ട്രെയിനിങ്. 3 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞാല് ടെക്സ്റ്റ് ബുക്ക് അങ്ങനത്തെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് ആക്ടിവിറ്റീസിലൂടെയും ഗെയിംസിലൂടെയൊക്കെ അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ലേണിംഗ് ആണ് ഫസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റേജിൽ കൊടുക്കുന്നത്. രണ്ടാമത്തായിട്ട് പറയുന്ന പ്രിപ്പറേഷണറി പ്രൈമറി സ്കൂൾ സ്റ്റേജ് ആണ്. അത് ടോട്ടലി 3 years ആണ്. അപ്പൊ 5+3 ക്ലാസ്സസ് ഇൻക്ലൂഡ് 3rd to 5th. 3 തൊട്ട് 5 ക്ലാസ് വരെയാണ് ഈ കാലഘട്ടത്തിൽ പെടുന്നത്. ഏജ് ബിക്കം 8 to 11. ഫോക്കസസ് ഓൺ പ്ലേ, ഡിസ്കവറി, ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ലേണിംഗ്. അപ്പൊ ഏകദേശം ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയുന്നത് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം അവർക്ക് കൊടുക്കുന്നു. ഇപ്പൊ നമ്മ എന്താ കേൾക്കണം അതിനെ കുറിച്ചുള്ളൊരു ക്ലാരിഫൈ ചെയ്യാണ്. അവർക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടൊരു ക്ലാസ് റൂമിന്റെ അനുഭൂതി അവർക്ക് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിലൂടെ കൊടുക്കുകയാണ്. പിന്നെ ആക്ടിവിറ്റീസ് ഇന്ററാക്റ്റീവ് സ്റ്റഡിയാണ് ഈ 2nd സ്റ്റേജിൽ വരുന്നത്. ഇനി 3rd സ്റ്റേജ് ആണ് മിഡിൽ സ്കൂൾ. അത് 3 years ആണ്. അപ്പൊ 5+3+3. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് 6 to 8 ആണ്. ഏജ് ബിക്കം 12 to 14. ഫോക്കസസ് ഓൺ എക്സ്പെരിമെന്റൽ ലേണിംഗ് ഓഫ് സയൻസ്, മാത്തമാറ്റിക്സ്, ആർട്സ്. അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിനൊപ്പം തന്നെ അവർക്ക് ഈ സബ്ജക്റ്റില് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യാനുള്ള അവസരം കൂടി കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇപ്പൊ വായിച്ചറിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ആവും.
അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡിയാണ് അവർ ഈ മിഡിൽ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ സ്കൂൾ. ഈ മിഡിൽ സ്കൂളിൽ തന്നെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, സ്റ്റുഡൻസ് കുഡ് ഹാവ് ഇപ്പൊ ഒരാള് എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന് വിചാരിക്കും. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പം വീട്ടിലൊരു ബൾബ് കേടായെങ്കിൽ അത് മാറ്റി പിടിപ്പിക്കാനോ, പെട്ടെന്ന് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും തുറന്നതൊന്ന് ചെക്ക് ചെയ്യാനോ, ഇതിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. ഞാൻ ചോദിച്ചാൽ പറയും ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും അല്ല പഠിച്ചെന്ന് പറയും. പക്ഷെ ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. അപ്പൊ അതാണ് ഈ 6th ക്ലാസ് തുടങ്ങി ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിലൂടെ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് നോളജ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കോഡിംഗ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ക്ലാസ് 6. കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇപ്പൊ വേൾഡ് ഇപ്പൊ ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് നമുക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം അതിന്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഭാവി കാലത്ത് അത് വലിയ ആവശ്യമാണ്. അപ്പം കോഡിംഗ് കുട്ടികളെ 6ാം ക്ലാസ് തുടങ്ങി പഠിപ്പിക്കും. 10 days ബാഗ്ലെസ് പീരീഡ്. കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റീസിലും ഗെയിംസിലും ഇന്ററാക്റ്റീവ് സെഷൻസിലൂടെയൊക്കെയാണ് കുട്ടികൾ കൂടുതലും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 10 days ബാഗ്ലെസ് പീരീഡ് അവർക്ക് അതിനു വേണ്ടി കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മ ഒരു ഗാർഡനിങ്ങിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഇപ്പൊ അവിടെ ചെന്ന് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. സ്റ്റുഡൻസ് ഗെറ്റ് ടു ഇന്റേൺ അണ്ടർ ലോക്കൽ വൊക്കേഷണൽ എക്സ്പെർട്ട് ആൻഡ് പ്രൊഫഷണൽസ്. കുട്ടികൾക്ക് നല്ല ട്രെയിൻ ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ട്രെയിനിങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഹോപ്പ് അറ്റ്ലീസ്റ്റ് 15% ഓഫ് ലേണേഴ്സ് ത്രൂ ദ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഷാൽ ഹാവ് എക്സ്പോഷർ ടു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ബൈ 2025. ഒരു 50% കുട്ടികളിലേക്കെങ്കിലും 2025 ആകുമ്പോഴത്തേനും ഇതിനെക്കുറിച്ചുള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള സിസ്റ്റം എത്തിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം. ഡിസ്കസ് ദ 4th സ്റ്റേജ്, സെക്കൻഡറി സ്കൂൾ. അത് ഇൻക്ലൂഡഡ് 4 years ആണ്. അപ്പൊ 5+3+3+4. അപ്പൊ 4 സ്റ്റേജിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്ലാസ് 9 to 12 ആണ്. നമ്മൾ നേരത്തെ 10th കഴിഞ്ഞ് +2 എന്നാണ് എടുത്തേച്ചത്. അപ്പൊ ഇത് കടന്നു വരുന്നത് 9 to 12 ആണ്. ഈ 4 വർഷത്തിൽ ഉൾപ്പെടുന്നത്. ഏജ് 14 to 18. അത് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 10th കഴിഞ്ഞ് നമുക്ക് ഒരു കുട്ടിക്ക് ബയോളജിനോട് താല്പര്യമുണ്ട്, ആർട്സിനോട് താല്പര്യമുണ്ട്, എക്കണോമിക്സിനോട് താല്പര്യമുണ്ട്. അപ്പൊ 3ഉം കൂടി ആ കുട്ടിക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് സാധിക്കില്ല. ഇപ്പൊ സയൻസിനെ കുറിച്ച് ഇഷ്ടമാണെങ്കിൽ സയൻസ് മാത്രം കണ്ടിന്യൂ ചെയ്യുക, ബാക്കി ആ കുട്ടികളുടെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. അതവിടെ നിർത്തിയിട്ട് സയൻസ് ഫീൽഡിലേക്ക് തിരിയണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ മാറ്റി നമുക്കിപ്പോ സയൻസ് കണ്ടിന്യൂ ചെയ്യാം, ഒപ്പം ആർട്സും കൂടി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതും കൂടി ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നത്. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അപ്പൊ അതിനോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരുവാനും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സഹായിക്കുന്നു. അതാണ് ഈ 4th സെക്കൻഡറി സ്റ്റേജിൽ പറയുന്നത്. നേരത്തെ കുട്ടികൾക്ക് 14 വയസ്സ് വരെയായിരുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ അത് 18 വയസ്സ് വരെ ആകുകയാണ്. ഇപ്പൊ +2 വരെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമാക്കണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പൊ ഇത് വലിയൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ കുട്ടികൾക്ക് നമ്മുടെ ഇപ്പൊ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതുപോലെ അത് ചെറിയൊരു രീതിയിലെങ്കിലും നമ്മുടെ ഈ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ശ്രമിക്കുന്നത്. കുട്ടികളുടെ വൊക്കേഷണൽ സ്റ്റഡീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പോളിസിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. Then I invite Sneha for the next session. Hi, I'm Sneha Grace. Next, I'm going to say about the crucial other alterations in the educational system due to NEP policy. First one, it reduces. Maria, can you? Next, first one, it reduces the importance of board exam. ഇപ്പോഴത്തെ ഓൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മളുടെ ബോർഡ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ
സ്റ്റുഡൻസ് ഒക്കെ ടോട്ടലി സ്ട്രെസ്ഡാ. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ NEP ഈ ഒരു മൂവ് വെച്ചേക്കണത്. ഇതനുസരിച്ച് NEP അനുസരിച്ച് നമ്മളുടെ ആനുവൽ ഇയറിൽ ഉണ്ടാവുന്ന ബോർഡ് എക്സാം ഇനി 2 പാർട്ടായിട്ടാണ് നടക്കാൻ പോകുന്നത്. മീൻസ് ഒരു ഒബ്ജക്റ്റീവും ഒരു ഡിസ്ക്രിപ്റ്റീവും. ഇത് മെയിൻലി സ്റ്റുഡൻസിന്റെ ഇടയിൽ വന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരൊരു ഇത് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്ലി ഇത് ഓൾസോ അവരുടെ ഇപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഇത് ഭയങ്കര റോട്ട് ലേണിംഗ് ആണ് മിക്കവാറും അവര് പ്രൊമോട്ട് ചെയ്യണത്. ബുക്ക് മാത്രം പഠിക്കാത്രേ ഉള്ളൂ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ അത് അവോയ്ഡ് ചെയ്ത് നോളജിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി ഇതിലൂടെ NEP കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്രേഷൻ വന്നേക്കുന്നത് സ്പെഷ്യൽ റിപ്പോർട്ട് കാർഡ്. ഈ ഒരു ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് പരാക്കം എന്ന് പറഞ്ഞൊരു ബോഡിയാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനലൈസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇതനുസരിച്ച് നമ്മൾ പഴയ ഓൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്ക് സ്റ്റുഡൻസിന്റെ റിപ്പോർട്ട് കാർഡൊക്കെ ടീച്ചേഴ്സ് ഓൺലിയാണ് അത് അസസ് ചെയ്യണത്. ഇനി നമുക്ക് NEP വഴി പരാക്ക ഓഫർ ചെയ്യണേന്ന് പറഞ്ഞാല് നമ്മൾക്ക് സെൽഫ് അസസ്മെന്റും സ്റ്റുഡൻസിന് സെൽഫ് അസസും ചെയ്യാം. അവരുടെ റിപ്പോർട്ട് കാർഡ്സ് അവർക്കും അസസ് ചെയ്യാം. അതുവഴി അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് ചേഞ്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓൾട്രേഷൻ വന്നത് GDP, ഇൻക്രീസ് ഇൻ GDP. അത് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞാല് ഒരു 2018-19 സർവേ അനുസരിച്ച് നമ്മുടെ GDP എഡ്യൂക്കേഷണൽ സെക്ടറിലോട്ട് GDP കൊടുക്കുക. ഗവൺമെന്റ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യണത് അറ്റ്ലീസ്റ്റ് 3% മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇനി NEP വന്നപ്പോൾ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 6% സ്പെൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഇത് ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ സെക്ടറിനെ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാനാണ് ഈ ഒരു സ്റ്റെപ്പ് NEP വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ഓൾട്രേഷൻ വന്നത് മിഡ് ഡേ മീൽ സ്കീം. മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോൾ മിഡ് ഡേ മീൽ സ്കീമിന്റെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് എന്നൊരു മൂവാണ് NEP വഴി ഗവൺമെന്റ് എടുത്തേക്കുന്നത്. ഇതുവഴി സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവരുടെ ഫിസിക്കൽ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാനാണ് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. ഇത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഷ്യൽ വർക്കേഴ്സും കൗൺസിലേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് അവർ ഫെസിലിറ്റേറ്റ് ചെയ്യണത്. മരിയ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റി പറയാൻ നേരത്ത് നമുക്കിപ്പോ UG ഡിഗ്രി സ്ട്രക്ചറിൽ ആകെ 3 years എന്ന കോഴ്സാണ് നമുക്ക് ആകെ ഉള്ളത്. ഇനി NEP വന്നതോടുകൂടി നമുക്ക് 3 yearsഉം 4 yearsഉം എന്നുള്ള ഓഫർ ഗവൺമെന്റ് വെക്കുന്നുണ്ട്. 3 years നമുക്ക് ചെയ്യാം, 4 yearsഉം ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ വെക്കണേന്ന് പറഞ്ഞാല് മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് NEP. മീൻസ് ഇപ്പൊ ഇൻ കറന്റ് സിനാരിയോയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് നമുക്ക് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ സ്റ്റുഡന്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ നമുക്കിപ്പോ ഇനി റീ എൻട്രി നടക്കാൻ നേരത്ത് ഫസ്റ്റ് ഇയർ തുടങ്ങി പഠിക്കണം. ഫസ്റ്റ് ഇയർ പഠിച്ചെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടില്ല. അത് ഫസ്റ്റ് തുടങ്ങി തന്നെ പഠിക്കണം. ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഓഫ് ഇയേഴ്സ് NEP എന്ന് വെച്ചേക്കുന്ന ഒരു ഇത് മൂവാണ്. നമുക്കിപ്പോ സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ സെക്കൻഡ് ഇയറിൽ തന്നെ പഠിച്ചു തുടങ്ങാം. വേസ്റ്റിംഗ് ഓഫ് ഇയേഴ്സ് അവോയ്ഡ് ചെയ്യാനാണ് ഇത് മെയിൻലി. സ്റ്റുഡൻസിന്റെ ഇയേഴ്സ് ഒന്നും വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് NEP ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി വെച്ചേക്കണത്. പിന്നെ ഇനി അടുത്ത് പറയാൻ അതിൽ തന്നെ സർട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ്. 3 year ഒരു സ്ട്രക്ചറിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് കിട്ടണതാണ് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ 3 yearൽ സെക്കൻഡ് ഇയർ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. തേർഡ് ഇയർ പാസ്സായി കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോപ്പർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണത്. ഇനി ഒരു 4 ഇയറിന്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡ് ഇയറിൽ നമുക്ക് സെയിം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടുന്നത്. തേർഡ് ഇയറിൽ വരുമ്പോൾ നമുക്കൊരു അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ 4th ഇയറിലാണ് നമുക്ക് എന്ത് കിട്ടണത്, പ്രോപ്പർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണത്. ഇത് രണ്ടും UG സ്ട്രക്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മരിയ നെക്സ്റ്റ് സ്ലൈഡ്. കീ ഫീച്ചർ ഓഫ് UG എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ UG ഡിഗ്രി സ്ട്രക്ചറിൽ NEP വന്നതോടുകൂടി നമുക്ക് ഒരു ടേം പുതിയത് വന്നേക്കാണ്,
ക്രെഡിറ്റ് സ്കോർ എന്ന് ഈ ഒരു ടേം അവർ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് US സ്ട്രക്ചറിൽ നിന്നാണ്. US എഡ്യൂക്കേഷണൽ സ്ട്രക്ചറിൽ നിന്നാണ് ഈ ഒരു ടേം അവര് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി അവര് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. മീൻസ് ഒരു ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 1 hour ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ 2 hours ഓഫ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് ബേസ് ചെയ്യണത് നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ടോട്ടൽ ക്രെഡിറ്റ്സ് നമ്മുടെ വന്നത്. ഇതനുസരിച്ചായിരിക്കും നമ്മളുടെ ടോട്ടൽ മാർക്സും റെക്കോർഡ് ആവുന്നത്. ഇത് അവരുടെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി ആയിട്ടാണ് ഇവർ കാണുന്നത്, നല്ലൊരു മെത്തേഡ് ഓഫ് സ്റ്റഡി ആയിട്ടാണ് കാണുന്നത്. ഇതാണ് കീ ഫീച്ചർ UG ഡിഗ്രി സ്ട്രക്ചറിന്റെ. മരിയ നെക്സ്റ്റ്. മരിയ വൺ സ്ലൈഡ് ബാക്ക്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് കുറെ ഓൾട്ടറേഷൻസ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ NEP വന്നതോടുകൂടെ കുറച്ച് ഓൾട്ടറേഷൻസ് വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓൾട്ടറേഷൻ വന്നതാണ് ഗവൺമെന്റ് MPhil എന്ന് പറഞ്ഞൊരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഡിസൈഡ് ചെയ്ത്. അത് ഗവൺമെന്റ് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത് കൊണ്ടാണ് മെയിൻലി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഓൾട്ടറേഷൻ വന്നത് നമ്മളുടെ ഇനി നമുക്ക് ഇപ്പോഴൊക്കെ കരിക്കുലറും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്ട്രാ കരിക്കുലർ നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. മീൻസ് ഇങ്ങനത്തെ വൊക്കേഷണൽ ട്രെയിനിങ്സിനൊക്കെ നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. NEP വന്നതോടുകൂടി നമ്മളുടെ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ കരിക്കുലറിനും അതുപോലെ തന്നെ കരിക്കുലറിനും സെയിം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കണം. ഇതിന്റെ ഇടയിൽ ഒരു ഹാർട്ട് സെപ്പറേഷൻ ഇവർ കാണുന്നില്ല. മീൻസ് വൊക്കേഷണലും അക്കാഡമിക്കും സെയിം ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. ഇത് അവരുടെ ഒരു എക്സ്ട്രാ ലേണിംഗും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് NEP എടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് പോളിസി നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ഇന്റർനാഷണലൈസ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തേക്കാം. മീൻസ് നൗ ഇന്ത്യയിൽ നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസസും ബിൽഡപ്പ് ചെയ്യാം. അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് NEP എടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഫീസ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രൈവറ്റിലെയും പബ്ലിക്കിന്റെ ഫീസ് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പ്രൈവറ്റിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ഡിസൈർ അനുസരിച്ച് അത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇനി ഇത് കുറെയൊക്കെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കുറെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ടു അവോയ്ഡ് ദിസ് ഗവൺമെന്റ് എന്ത് ചെയ്ത് ഈ NEPന്റെ ഹെൽപ്പോടുകൂടെ ഈ ഫീസ് സ്ട്രക്ചർ പ്രൈവറ്റിന്റെയും പബ്ലിക്കിന്റെയും സെയിം ഫിക്സ്ഡ് ആക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തേക്കാം. ഇനി ഈ NEP വന്നതോടുകൂടെ NEPന് കുറെ ക്രിറ്റിസിസംസും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാലും കുറച്ച് ക്രിറ്റിസിസംസും വരുന്നുണ്ട്. ഒന്നാമത്തെ ക്രിറ്റിസിസം ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ആണ്. ഈ പോളിസി റീഡ് ചെയ്യുന്നുണ്ട് 5th സ്റ്റാൻഡേർഡ് തുടങ്ങി 8th സ്റ്റാൻഡേർഡ് വരെ, അല്ലെങ്കിൽ അതിനേലും ബിയോണ്ട് പോവാം. 5th തുടങ്ങി 8th വരെയാണ് സ്റ്റാൻഡേർഡ് പറയണത് അവര്. അവിടം വരെ നമ്മളുടെ ഇപ്പൊ റീജിയണൽ ലാംഗ്വേജിൽ വേണം ടീച്ച് ചെയ്യാൻ. മീൻസ് ഇപ്പൊ നമ്മൾ കേരളയിട്ട് ആണെങ്കിൽ കേരളയില് റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ്. അപ്പൊ മലയാളം 5th തുടങ്ങി 8th വരെ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യേണ്ടത് മലയാളം ലാംഗ്വേജിൽ വേണം. ഇതിനെതിരെ കുറെ ക്രിറ്റിക്സ് ഡിമെറിറ്റ് ആയിട്ട് കാണേണ്ടി ഇതിനെ. മീൻസ് ഇതൊരു പെർഫെക്റ്റ് മോഡ് ഓഫ് ലേണിംഗ് അല്ലെന്ന് അവർ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് ചില ക്രിറ്റിക്സ് പറയുന്നത് ഇത് ആന്റി ഡെമോക്രാറ്റിക് ആണ്. മെയിൻലി സം സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആണ് ഇത് മുമ്പോട്ട് വെക്കണത്. അത് ആന്റി ഡെമോക്രാറ്റിക് ആണെന്ന് പറയണത് ഈ പോളിസി വന്നപ്പോ ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സ് മീൻസ് ഇത് വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നൊക്കെ സെൻട്രൽ ആണ് ഇതിന്റെ മെയിൻലി റോള് സെൻട്രലാണ് ഇത് പോളിസി പ്രപ്പോസ് ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഒക്കെ. സ്റ്റേറ്റ് ആയിട്ട് ഒരു കൺസൾട്ടേഷൻ ഒന്നും നടന്നിട്ടില്ല, ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സ് ഒന്നും കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫാക്ട് ക്രിറ്റിക്സ് കൊണ്ടുവരുന്നുണ്ട്. സോ ദേ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ആന്റി ഡെമോക്രാറ്റിക്. പിന്നെ നെക്സ്റ്റ് ഒരു ഡിമെറിറ്റ് ആയിട്ട് അവർ കാണുന്നത് പവർ ഗോട്ട് സെൻട്രലൈസ്ഡ് എന്നാണ്. മീൻസ് അതവർ ഇപ്പൊ അങ്ങനെ പറയണെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ ഇതില് NEPയില് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കൺട്രിയിലെ എല്ലാ ടീച്ചേഴ്സിനെയും മീൻസ് എല്ലാ സെറ്റ് ഓഫ് ടീച്ചേഴ്സ് എല്ലാ കൺട്രിയിലെ ഫുൾ ടീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി NEPയിൽ അല്ലെങ്കിൽ സെൻട്രലില്
ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് വഴി നമ്മളുടെ അവര് ക്രിട്ടിക്സ് പറയാ നമ്മളുടെ കൺട്രിയിലെ ടീച്ചേഴ്സിന്റെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഒക്കെ പോവാ. അപ്പൊ അവരിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പവറും ഇവരുടെ മുകളിൽ വെക്കാണ്. ഇതുവഴി പവറിനെ സെൻട്രലൈസ് ചെയ്യാന്ന് ക്രിട്ടിക്സ് പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് ഇവര് കാണുന്നത്. പിന്നെ നെക്സ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ ഒരു NEP പോളിസി ജസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ട് കാണാൻ പറ്റില്ല. ഓൺലി ഇൻ തിയറി മാത്രമേ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് പറയണെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മളുടെ കൺട്രിയില് മെജോറിറ്റി ഓഫ് സ്കൂൾസും ഇപ്പൊ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മൈനോറിറ്റി സ്കൂൾസും ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് ടീച്ചേഴ്സിലൊക്കെ കുറച്ച് ബാക്ക്വേർഡ് ആണ്. അപ്പം ഇപ്പൊ നമുക്ക് NEP വഴി നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിനാണ് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് കുറെ എക്സ്പെൻസീവ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം ഇപ്പോഴും ഡെവലപ്പ് ആവാത്ത കുറെ സ്കൂൾസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ NEP വന്നാൽ തന്നെ ഇവർക്ക് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് നമ്മളുടെ ക്രിട്ടിക്സ് കാണുന്നത്. അതുകൊണ്ട് ഇത് തിയറിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കൽ ആയിട്ട് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ഡീമെറിറ്റ് പറയുന്നതാണ് ഇൻക്രീസ്ഡ് സ്റ്റുഡന്റ് ഡ്രോപ്പ് ഔട്ട്. മീൻസ് ഇപ്പൊ നമുക്ക് ഇത് NEP പറയുന്നത് ഇവർ വൊക്കേഷണൽ ട്രെയിനിങ് സെയിം ആസ് കരിക്കുലർ ആക്ടിവിറ്റീസിനൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സ്റ്റുഡൻസിന്റെ ക്യാരക്ടർ വെച്ച് അവർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലോട്ട് സ്കിപ്പ് ചെയ്യും. അവരുടെ ലേണിംഗ് പ്രോസസ്സ് അവര് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ഇങ്ങനത്തെ ഇൻക്രീസ്ഡ് ഡ്രോപ്പ് ഔട്ടിന് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് ക്രിട്ടിക്സ് കാണുന്നത്. സോ വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. യു ക്യാൻ ആസ്ക് ഇഫ് ഡൗട്ട്സ് എനി. താങ്ക് യു. Okay, thank you, Sneha and Maria. Now it is the time to wind up this session. I invite Helena, UBA Student Secretary of BCom Tax Self-Financing, to deliver a vote of thanks. Helena? Who made initiative for making us appraised about the national, every aspect of national education. It was very informative official webinar. Thank you guys. I would like to thank who participated. People give time and last to thank all the facts and for participation on this webinar. Once again, hello everyone, we can start the session. Today we are here on this online platform to get a general awareness about our new or revised education policy NEP 2020. As a student, teacher, or as a parent, it is very important to be aware about the changes that are made in our education system, and hence the UBA Unnat Bharat Abhiyan of cell of our college has organized the session in order to provide a general awareness about the NEP 2020 to our students as well as to the public. So, in this auspicious occasion, I would like to invite our dear principal, Dr. Sister Shalini, and our dear vice principal, Dr. Sister Stella, the inspiring minds behind all our endeavors. So, in their absence, I welcome the sisters to this session. Next, I would like to invite Dr. Ransa Alfonsa, the UBA coordinator of our college, and the heart and brain behind the idea of this session. Dear Ransa ma'am, welcome to the session. Next, I would like to invite our resource persons of the day, Miss Jismary Jose of English Literature and Miss Shruti Sabu of Communicative English. Welcome Miss Jis and Miss Shruti to this session. Thank you, ma'am. Then I would like to welcome my dear colleagues and my dear students of the chemistry department and all others who have joined here in this session
And once again, I'll welcome you all to have a section an NEP. And now I would like to hand over my mic to our resource person, Miss Shruti and Miss Jis Mary, to start the session. Hello everyone. Thank you, ma'am. Hello everyone. Good afternoon. I'm Shruti Sabu from 2nd BA Communicative English, and we also have Jismeri from 2nd BA English Literature. And we are here to give you guys a general awareness about National Education Policy 2020. And it's a completely informal discussion. So let's begin. The National Education Policy 2020. Before we actually step into the topic, let me give you guys a premise about education policies in India. Since the country's independence in 1947, the Indian government sponsored a variety of programs to address the problems of illiteracy in both rural and urban India. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ കാലം മുതലേ തന്നെ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഇല്ലിറ്ററസി. അതുകൊണ്ട് തന്നെ അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെന്റ് സ്പോൺസർ ചെയ്തിരുന്നു. ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഏർലി പോളിസീസ് അല്ലെങ്കിൽ അമെൻമെന്റ്സ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് എൻഹാൻസ്മെന്റിന് ഫോക്കസ് ചെയ്തത്. ക്വാണ്ടിറ്റേറ്റീവ് എൻഹാൻസ്മെന്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാക്സിമം കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരിക, അവർക്ക് എഡ്യൂക്കേഷൻ നൽകുക. ആക്സസ് ആൻഡ് ഇക്വിറ്റി. ആക്സസ് എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി, എല്ലാവർക്കും എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിരിക്കണം. ഇക്വിറ്റി, ഒരു രീതിയിലുള്ള ബയസോ പാർഷ്യാലിറ്റിയോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാവരുത്. നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇത് നമ്മുടെ കൺട്രിയുടെ റിയാലിറ്റി തന്നെയാണ്. പക്ഷെ ഈ ഒരു റിയാലിറ്റി ഒരിക്കലും നമ്മുടെ എഡ്യൂക്കേഷനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു ഏർലി പോളിസീസിന്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവർ അത്രയും പ്രോമിനൻസ് നൽകിയിരുന്നില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻവോൾവ്. 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാസ്സാക്കിയത്. ആ പോളിസി കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മകനായ രാജീവ് ഗാന്ധി സാർ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നൊരു പോളിസിയാണ് മുമ്പോട്ട് വെച്ചത്. ആ പോളിസി അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതായത് രാജീവ് ഗാന്ധി സാർ പാസ്സാക്കിയ പോളിസി NPE, അതിനെ ചെറുതായിട്ട് നരസിംഹറാവു സാർ ഒന്ന് മോഡിഫൈ ചെയ്തു. അത് 1992 നടന്നത്. ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ പോണത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് ശരിക്കും കംപ്ലീറ്റ് ആയ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ ദിവസം, അതായത് 29th ജൂലൈയിൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ അടിയിലാണ് പാസ്സായത്. ഇപ്പോൾ 34 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നത്. The policy is a comprehensive framework for elementary education to higher education as well as vocational training in both rural and urban India. അതായത് ഈ ഒരു പോളിസി ഈക്വൽ പ്രോമിനൻസ് നൽകുന്നുണ്ട്. എലമെന്ററി എഡ്യൂക്കേഷൻ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ കൂടാതെ വൊക്കേഷണൽ ട്രെയിനിങ്ങിനും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. 2030-ക്കുള്ളിലാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഈ പോളിസി എയിം ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഷുഡ് ഓൾവേസ് ബിഗിൻ ഫ്രം സ്കൂൾസ്. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ലെവൽ. സോ 10+2 എന്ന സിസ്റ്റം മാറ്റിയിട്ട്, അതായത് 10th വരെയുള്ള എഡ്യൂക്കേഷൻ പിന്നെ +1 +2 ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് 5+3+3+4 എന്ന സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് I would like to mention some of the demerits of the current system. Judging everyone with a single set of parameters. ഇത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ്. ആൻഡ് ഇതിനെ ബെസ്റ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പോപ്പുലർ ആയ ഒരു മെറ്റഫർ ആണ്, ഒരു ഫോറസ്റ്റ് മെറ്റഫർ. നമുക്കറിയാം, ആകാശത്ത് പറക്കുന്ന പക്ഷി, മരം കയറുന്ന കുരങ്ങ്, തടാകത്തിലെ മീനുകൾ, കുറുക്കൻ, സിംഹം, മുയൽ, ഇവർക്കെല്ലാവരോടും നമ്മൾ മരം കയറി കഴിവ് തെളിയിക്കണം എന്ന് പറയുന്ന രീതിയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നേ എന്ന് പല ക്രിട്ടിക്സും പറയുന്നുണ്ട്. ഒബ്വിയസ്ലി ഈ സിസ്റ്റം എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ളതല്ല. ലിമിറ്റഡ് ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം. ഇപ്പോൾ നമുക്കറിയാം 10th വരെ മിക്ക കുട്ടികൾക്കും ആകെക്കൂടെ ഒരു ചോയ്സ് കിട്ടുന്നത് സെക്കൻഡ് ലാംഗ്വേജിലാണ്.
അത് തന്നെ വൈഡ് ഓപ്ഷൻസ് ആയ ഫ്രഞ്ചോ സാൻസ്ക്രിറ്റോ പല സ്കൂളുകളിലും അവൈലബിൾ അല്ല. സോ at the end of the day we just have a choice between to choose from the national language. National language, okay, Hindi and Malayalam. National language is a controversial thing. Sorry for mentioning that. So yeah, continuing, not pursuing what one studied. അതായത് നമുക്കറിയാം 10th കഴിഞ്ഞ് കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇതുവരെ പഠിച്ച സയൻസ് അല്ല പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. Syllabus, curriculum and system does not guarantee a child's emotional or creative development. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിലബസ്, കരിക്കുലം, സിസ്റ്റം ഇത് ഒരിക്കലും ഒരു കുട്ടിയുടെ ഇമോഷണലോ ക്രിയേറ്റീവ് ഡെവലപ്മെന്റിനോ സഹായിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ അപ്പോൾ IQ-നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇമോഷണൽ കോഷ്യന്റോ SQ അങ്ങനത്തെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പല ക്രിട്ടിക്സും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈഫിൽ ആക്ച്വലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതായത് ഒരു സോഷ്യൽ സർക്കിളിൽ ഇന്ററാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ക്രൈസിസ് ഹാൻഡിൽ ചെയ്യുക, അതിനുള്ള ട്രെയിനിങ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് നമുക്കറിയാം, അതായത് നമുക്ക് ഇവിടെ കലോത്സവങ്ങളുണ്ട്, ഗ്രേസ് മാർക്കുകളുണ്ട്. പക്ഷെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഒരു വളരെ ടൈറ്റ് സിലബസ് ഉള്ള ബോർഡ് എക്സാം പാസ്സായാലേ സ്കൂളിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അത് പാസ്സാക്കുവാൻ വേണ്ടി തന്നെ ആ കുട്ടിയുടെ കഴിവുകൾ അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവായ എബിലിറ്റീസ് ഒക്കെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് മാറ്റേണ്ട ഒരു ഗതി വരികയാണ്. പിന്നെ നോ വൊക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് റോട്ട് ലേണിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വൊക്കേഷണലോ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ മൂവിങ് ഓൺ. ഓക്കെ, നമ്മുടെ 5+3+3+4 സിസ്റ്റത്തിനെ പറ്റി ആണ് പറയാൻ പോകുന്നത്. സോ ദ 5 years ഫൗണ്ടേഷനിൽ ആ 5 LKG, UKG, KG, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈ ക്ലാസ്സുകളിലെ കുട്ടികളാണ്, ഈ ക്ലാസ്സുകളാണ് ഇതിലുള്ളത്. പിന്നെ പ്രായം 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ദിസ് എഡ്യൂക്കേഷൻ പോളിസി എയിംസ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് ഫൗണ്ടേഷൻ. ഏർലി ആയിട്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ കിട്ടാനാണ് ഈ ഒരു സ്റ്റേജ് എയിം ചെയ്യുന്നത്. ഫോക്കസസ് ഓൺ മൾട്ടി ലെവൽ പ്ലേ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. അതായത് കളികളിലൂടെയും ആക്ടിവിറ്റികളിലൂടെയാണ് ഇവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രിപ്പറേറ്ററി ഓർ പ്രൈമറി സ്കൂൾ ക്ലാസ്സസ് 3 to 5, ഏജ് 8 to 11, focuses on play, discovery, activity based interactive classroom learning. Middle school 3 years ആണ്, 6 to 8, പ്രായം 12 തുടങ്ങി 14 വരെ. എക്സ്പെരിമെന്റൽ ആയ ലേണിംഗ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. കീ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ സ്കൂൾ, അതായത് കുട്ടികൾക്ക് വൊക്കേഷണൽ ക്രാഫ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യും. കാർപ്പൻട്രി, ഇലക്ട്രിക് വർക്ക്, മെറ്റൽ വർക്ക്, ഗാർഡനിങ്, പോട്രി മേക്കിംഗ്, ഇതെല്ലാമാണ് വൊക്കേഷണൽ ക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കുട്ടികൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് പഠിച്ചിരിക്കണം എന്നാണ് ഈ ഒരു പുതിയ സിസ്റ്റം പറയുന്നത്. സോ നെക്സ്റ്റ്, കോഡിംഗ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ക്ലാസ് 6. നമുക്കറിയാം ഇപ്പോൾ വെബ്സൈറ്റുകളും ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഡിംഗ് പഠിക്കുന്നത് എന്തുകൊണ്ടും കുട്ടികൾക്ക് ബെനിഫിറ്റ് ആകും. 10 days ഓഫ് ബാഗ്ലെസ് പീരീഡ്. ബാഗിന്റെ വെയിറ്റ് എന്നും ഉയർന്നു വരുന്ന ഒരു വിമർശനം തന്നെയായിരുന്നു. അതുകൊണ്ട് ബാഗേ ഇല്ലാത്തൊരു 10 ദിവസം ഈ ഒരു മിഡിൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ഗെറ്റ് ടു ഇന്റേൺ അണ്ടർ ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ് ആൻഡ് പ്രൊഫഷണൽസ്. അതായത് കുട്ടികൾക്ക് പ്രൊഫഷണൽ ആയ വൊക്കേഷണൽ എക്സ്പേർട്സിന്റെ അടിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ലഭിക്കുകയാണ്. ആൻഡ് ഒരു ഏർലി എക്സ്പോഷർ ആണ് ഒരു റിയൽ വേൾഡിലേക്ക്. ഗവൺമെന്റ് ഹോപ്പ് അറ്റ്ലീസ്റ്റ് 50% of learners through school and higher educational system shall have exposure to vocational education by 2025. 2025-നുള്ളിൽ തന്നെ ഒരു 50% ലേണേഴ്സ് എങ്കിലും വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് എക്സ്പോസ്ഡ് ആവണം എന്നാണ് ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. സെക്കൻഡറി സ്കൂൾ 9 to 12 ആണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ക്ലാസ് 9 and 10. സെക്കൻഡ് ഫേസ് 11 and 12, പ്രായം 14 തുടങ്ങി 18 വരെ. ഫോക്കസസ് ഓൺ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി, ഗ്രേറ്റർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് സ്റ്റുഡൻസ് ചോയ്സ് ഓഫ് സബ്ജക്ട്. നമുക്ക് ഈ ഒരു സിസ്റ്റം അനുസരിച്ച് 9th മുതലേ തന്നെ നമുക്ക് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്ലെക്സിബിൾ സബ്ജക്ട് ഓപ്ഷൻ, സ്റ്റുഡൻസ് ക്യാൻ ചൂസ് ദെയർ സബ്ജക്ട് ടു ലേൺ, അലൗവിംഗ് ദം ടു ബി മോർ ഇന്റർ ഡിസിപ്ലിനറി. ഇപ്പോൾ 10th കഴിഞ്ഞ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക്
മൂന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയൊരു ഫീൽഡുകളിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബയോളജിയുടെ കൂടെ അക്കൗണ്ടിങ്ങോ ജിയോഗ്രഫിയോ അങ്ങനെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയപ്പെടുന്ന സബ്ജക്റ്റുകൾ വരെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So we would continue analyzing and discussing about the policy further, and it would be taken by my co-speaker Jismeri. Over to you, Jis. Thank you, Shruti. Am I audible? Yes. Okay. നമുക്കറിയാം 34 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി മാറുന്നത്. അപ്പൊ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ മാറുന്ന വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് അറിയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. കാരണം നമുക്കറിയാം വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ഒക്കെ ബാധിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉയർന്ന രീതിയിലാക്കുന്നതെന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇവിടെ ഞാനിനി NEP 2020 കൊണ്ടുവരുന്ന കുറച്ച് ക്രൂഷ്യൽ അലേർട്സിനാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് റെഡ്യൂസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബോർഡ് എക്സാം. നമുക്കറിയാം നമ്മൾ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ചൊരു ടെൻഷൻ. വഴി കൂടെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ ഏതാ ക്ലാസ്, 10ാം ക്ലാസ് ആണ് അല്ലെങ്കിൽ +2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയ്യോ 10ാം ക്ലാസ്സിലാണോ കൊച്ചു പഠിക്കുന്നേ, +2 ആണോ പഠിക്കുന്നേ, എത്ര A+ ഉണ്ട്, ഇത്തരം ചോദ്യങ്ങളെ ഒരുപാട് നേരിട്ടവരാണ് നമ്മള്. നമുക്കറിയാം അത് നമുക്ക് എത്രമാത്രം സ്ട്രെസ് ആണ് നമുക്ക് തരുന്നത്. നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന ഫീലാണ് നമുക്ക് പലപ്പോഴും ബോർഡ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഒക്കെ ഒരു ബാക്കിപത്രമാണ് നമ്മളിപ്പോ പലപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ എക്സാം വരുന്നതിന് മുമ്പ് പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. അവർക്ക് കാരണം ആ ഒരു സ്ട്രെസ് താങ്ങാനുള്ള മനക്കെട്ടിയില്ല. അപ്പൊ അത് ശരിക്കും ഒരു തികച്ചും ഒരു തെറ്റായ തീരുമാനമാണ്. എങ്കിൽ പോലും ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു 2 ആശയങ്ങളാണിത്. എക്സാം ക്യാൻ ബി കണ്ടക്ടഡ് ട്വൈസ് എ ഇയർ. വർഷത്തില് 2 തവണ ബോർഡ് എക്സാംസ് നടത്താനായിട്ട് പറ്റും. NEP 2020 വരുന്നതോടുകൂടെ ആ ഒരു ബോർഡ് എക്സാമിന്റെ ആ ഒരു സ്ട്രെസ് ലെവല് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, in order to reduce the importance and stress of board exam will be conducted in 2 parts. 2 പാർട്ടായിട്ടായിരിക്കും NEP 2020 വരുന്നതോടുകൂടെ എക്സാംസ് നടത്തുക. എങ്ങനെയൊക്കെ ആയിരിക്കും? ഒബ്ജക്റ്റീവ് വൈസും ഡിസ്ക്രിപ്റ്റീവ് വൈസും 2 ടൈപ്പിലായിരിക്കും എക്സാംസ് നടത്തുക. ഒബ്ജക്റ്റീവ് ടൈപ്സും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും. ഒരു വർഷത്തില് 2 തവണ നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ NEP 2020 വരുന്നതോടുകൂടി ബോർഡ് എക്സാംസ് നോളജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറും. ബോർഡ് എക്സാം ഷുഡ് പ്രൊമോട്ട് നോളജ് ആപ്ലിക്കേഷൻ റാദർ ദാൻ റോഡ് ലേണിംഗ്. നമ്മൾ എന്താണോ ബുക്കിൽ എഴുതിയത് അത് അങ്ങനെ മാത്രം പഠിച്ച് ഇതാക്കുന്നതിന് പകരം കുറേ കൂടി നോളജ് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ബോർഡ് എക്സാംസും കാര്യങ്ങളും ആയിരിക്കും NEP വരുന്നതോടുകൂടെ വരുന്നത്. ഇനി അടുത്തൊരു മേജർ ഒരു ക്രൂഷ്യൽ അലേർട്ട് ആണ് സ്പെഷ്യൽ റിപ്പോർട്ട് കാർഡ്. നമുക്കറിയാം നമ്മുടെ പാരന്റ്സ് മീറ്റിംഗ് കാര്യം. ദൈവമേ, വീട്ടിലെ മാതാപിതാക്കളൊക്കെ വന്ന് ടീച്ചേഴ്സിനോട് എന്ത് പറയും? ടീച്ചേഴ്സ് നമ്മളെ കുറിച്ച് മാതാപിതാക്കളോട് എന്ത് പറയും? പരീക്ഷയിൽ മാർക്കും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കും. അപ്പൊ അങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്റെ കോ സ്പീക്കറായ ശ്രുതി പറഞ്ഞു, ഒരു ഫോറസ്റ്റിന്റെ പറഞ്ഞു, ആകാശത്ത് പറക്കുന്ന പറവകൾക്കും പുഴയിൽ നീന്തുന്ന മീനുകൾക്കും എല്ലാവരും മരം കയറി മാത്രമേ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാവൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന് ബേസ് ചെയ്താണ് ഇത്രയും കാലം നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉൾപ്പെടെ വന്നിരുന്നത്. ഇനി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് NEP 2020 വരുന്നതോടുകൂടെ മാറുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റിപ്പോർട്ട് കാർഡ് വിൽ ഇൻക്ലൂഡ് സെൽഫ് അസസ്മെന്റ് ബൈ സ്റ്റുഡൻസ് ഇൻ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് ടീച്ചേഴ്സ് ഇവാലുവേഷൻ ഷീറ്റ്. ടീച്ചേഴ്സിന്റെ ഇവാലുവേഷൻ ഷീറ്റിന് പുറമെ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് അസസ്മെന്റ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു റിപ്പോർട്ട് കാർഡ് ആയിരിക്കും നമുക്കിനി ലഭിക്കുക. അതിന്റെ പേരാണ് പരാഗ് എന്നുള്ളത്. പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനലൈസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. എ ന്യൂ നാഷണൽ അസസ്മെന്റ് സെന്റർ വിൽ ബി സെറ്റ് അപ്പ് ആസ് എ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി. അപ്പൊ ഇത്തരത്തിലൊരു നമുക്കൊരു സെൽഫ് അസസ്മെന്റ് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കഴിവുകൾ ഉയർത്താനും ഇതിനൊക്കെ സാധിക്കും എന്നാണ്
ഗവൺമെന്റ് പറയുന്നത്. അടുത്ത ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇൻക്രീസ് ഇൻ GDP. GDP എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ലെവലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് GDP, ഗ്രോസ് ഡെവലപ്മെന്റ് പ്രോസസ്. So the government has decided that at least 6% of GDP will be spent on education. So ഈ NEP വരുന്നതോടുകൂടെ ഗവൺമെന്റ് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള GDP ലെവൽ 6% ആയിട്ട് ഉയർത്തും. 2018-19 എക്കണോമിക് സർവേ പ്രകാരം കറണ്ട് ആയിട്ട് ഇപ്പൊ 3% മാത്രമാണ് നമുക്ക് എഡ്യൂക്കേഷനുള്ള GDP എന്ന് പറയുന്നത്. നമുക്കറിയാം അതൊരു ഇരട്ടി തന്നെ ആകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്തതാണ് മിഡ് ഡേ മീൽ സ്കീം. ഇത് ആക്ച്വലി നമുക്ക് ഇപ്പം നിലവിലുണ്ട്. നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളിലൊക്കെ നമുക്ക് ഉച്ചക്കഞ്ഞി വിതരണമൊക്കെ നമുക്ക് ഉണ്ട്. ഈ NEP-യിൽ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ഡേ മീൽ സ്കീം വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരു വിദ്യാർത്ഥി കൊടുക്കും. അതായത് രാവിലെ വരുന്ന വിദ്യാർത്ഥിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കും. ഇത് ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായിക്കും. മാത്രവുമല്ല മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കൗൺസിലേഴ്സിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും കൂടെ നമ്മുടെ സ്കൂളുകളിൽ ഇൻവോൾവ് ചെയ്യിക്കും. ഓക്കെ, നമ്മൾ ഇനി ഇപ്പൊ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് സ്കൂൾ ലെവലില് NEP 2020 എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോളേജ് ലെവൽ ഒരു ഡിഗ്രി ഒക്കെ ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് NEP വ്യത്യസ്തമാകുന്നത്. The UG degree structure will be available for the duration of 3 and 4 years. 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സസ് ആയിരിക്കും നമുക്കിനി പ്രൊവൈഡ് ആയിരിക്കാം. Thus providing multiple entry and exit option. ഇതിന്റെ ഒരു പ്രത്യേകതയാണ് മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു ഡിഗ്രി സെക്കൻഡ് ഇയറിലോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ പഠിപ്പ് നിന്ന് പോയി അല്ലെങ്കിൽ നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീകണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു NEP വരുന്നതോടുകൂടെ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി എവിടെ നിന്നാണോ അവളുടെ അല്ലെങ്കിൽ അവന്റെ പഠനം നിർത്തിയത് അവിടെ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സൗകര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇഫ് ദേ ലീവ് ദ കോഴ്സ് ദർ ഇസ് ആൻ ഓപ്ഷൻ ടു കണ്ടിന്യൂ ഫ്രം വെയർ ദേ ലെഫ്റ്റ്. അവർ എവിടെ നിന്നാണോ ലെഫ്റ്റ് ആയത് അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. 3 ഇയർ കോഴ്സിനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. സെക്കൻഡ് ഇയർ ആണ് എങ്കിൽ സെക്കൻഡ് ഇയറിലാണെങ്കിൽ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. തേർഡ് ഇയർ ആണെങ്കിൽ സെയിം തന്നെയാണ്, നമുക്ക് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുക. 4 ഇയർ കോഴ്സിനും നമ്മൾ വലിയ ചേഞ്ചസ് ഇല്ല. എല്ലാ വർഷവും തന്നെ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. തേർഡ് ഇയർ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 4th ഇയർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. അടുത്തത് കുറച്ച് നമ്മൾ ഇതിന്റെ കീ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. മെയിൻ ആയിട്ട് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം വിൽ ബി ക്രെഡിറ്റ് ബേസ്ഡ്. നമ്മുടെ ഡിഗ്രി പ്രോഗ്രാംസ് എല്ലാം ഒരു ക്രെഡിറ്റ് ബേസ്ഡ് ലെവലിലേക്ക് മാറുകയാണ്. അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 hour ഓഫ് ടീച്ചിങ്, അത് ലെക്ചറോ ട്യൂട്ടോറിയലോ ആവാം, അല്ലെങ്കിൽ 2 hours ഓഫ് പ്രാക്ടിക്കൽ ഓർ ഫീൽഡ് വർക്ക്, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്. ഇതിനാണ് നമ്മൾ 1 ക്രെഡിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എത്ര ക്രെഡിറ്റ് വേണമെന്നുള്ളത് നമ്മളുടെ കോഴ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഞാനും നിങ്ങളും എടുക്കുന്ന ഓരോ കോഴ്സിനനുസരിച്ചായിരിക്കും എത്രയാണ് ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ഇത് USA ഒരു ഏകദേശം സിമിലർ സ്ട്രക്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ 4 years ഓഫ് ഡിഗ്രി കോഴ്സസ് ആണ്. അവിടെ ഒരു സെമസ്റ്ററിന് 120 to 128
ക്രെഡിറ്റ് അവേഴ്സ് ആണ് USA നിലവിലുള്ളത്. പക്ഷെ നമുക്ക് അത് കോഴ്സ് ബേസ്ഡ് ആയിരിക്കും. ഇനി നമ്മൾ PGയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. The higher educational institutes now will have the option of offering 1-year master's degree under NEP 2020. നമ്മൾ പറഞ്ഞു 3 ഇയർ അല്ലെങ്കിൽ 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി കോഴ്സസ് ഉണ്ടെന്ന്. 3 ഇയർ ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് BCom, BSc, BA തുടങ്ങിയ കോഴ്സുകളാണെങ്കിൽ അതിന് 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുക. അത് ഇപ്പോഴത്തെ ഉള്ള സെയിം സിസ്റ്റം തന്നെയാണ്. ഇപ്പോഴും നമ്മൾ 3+2 സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഇയർ റീസെർച്ച് അല്ലെങ്കിൽ ഫീൽഡ് വർക്കിനെ ഫോക്കസ് ചെയ്തായിരിക്കും. രണ്ടാമത്തെ ഇയർ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു 4 വർഷത്തെ ഡിഗ്രി കോഴ്സസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡന്റിന്, അതായത് BTech, BE, BPharm തുടങ്ങിയവ ചൂസ് ചെയ്യുന്ന സ്റ്റുഡന്റിന് 1 ഇയർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവുകയുള്ളൂ. 4th ഇയർ എന്ന് പറയുന്നത് റീസെർച്ച് അല്ലെങ്കിൽ ഫീൽഡ് വർക്കിന് ബേസ് ചെയ്തായിരിക്കും. ഈ ഒരു സ്ട്രക്ചർ 4+1 സ്ട്രക്ചർ ആയിട്ട് മാറും. മറ്റേത് നമ്മൾ 3+2 സ്ട്രക്ചർ ആണ്, ഇത് 4+1 സ്ട്രക്ചർ ആണ്. ഇനി അടുത്ത കുറച്ച് ക്രൂഷ്യൽ പോയിന്റ്സ് ആണ്. ഗവൺമെന്റ് ടു ഡിസ്കണ്ടിന്യൂ MPhil. NEP 2020 വരുന്നതോടുകൂടെ ഗവൺമെന്റ് MPhil എന്നുള്ള കോഴ്സ് എടുത്തു കളയും. PhD കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി MPhil കുറച്ച് ലോ ആക്റ്റീവ് കോഴ്സ് ആണ്. പക്ഷെ ഒരിക്കലും MPhil മോശമാണ് എന്നൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടോ NEP എന്നുള്ള ഒരു ഇതിൽ ഗവൺമെന്റ് MPhil മാസ്റ്റർ ഇൻ ഫിലോസഫി എടുത്തു മാറ്റുകയാണ്. No hard separation between arts and science subjects or between curricular and extracurricular activities or between vocational and academic etc. This would enable the elimination of harmful hierarchies between different areas of learning. ഇത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സയൻസ് പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ഒരു ഹയറാർക്കിയും നമ്മൾ സാധാരണ ആർട്സ് പഠിക്കുന്ന കുട്ടികൾ ഒരു ഡിസ്ക്രിമിനേഷൻ, ആ ഒരു ഹയറാർക്കി ബേസിസ്. ഇത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ നമ്മൾ എടുത്തു കളയാനായിട്ട് പോവാണ്. ആർട്സ്, സയൻസ്, കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ, വൊക്കേഷണൽ, അക്കാഡമിക് അങ്ങനെ തുടങ്ങിയ എല്ലാ ഡിസ്ക്രിമിനേഷനും നമ്മൾ എടുത്തു കളയണം. നമുക്കറിയാം, നമ്മൾ ഈ വിദേശത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 വയസ്സായ കുട്ടികളൊക്കെ സ്വന്തമായി എയിം ചെയ്ത് പഠിക്കുന്നവരായിരിക്കും. അവർ ചിലപ്പോൾ ഹോട്ടലുകളിൽ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പാത്രം കഴുകാൻ വെയിറ്റർ ഒക്കെ ആയിട്ട് പോകും. അതിൽ നിന്ന് അവർ പഠിച്ച് നല്ലൊരു എഡ്യൂക്കേഷൻ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോബിനും ഈക്വൽ മൂല്യമാണ്. നമുക്കറിയാം, നമ്മുടെ അടുത്ത് ഒരു കൂലിപ്പണിക്ക് പോകാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്ര വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കില്ല. കാരണം എവിടെയൊക്കെയോ നമ്മുടെ മൈൻഡിൽ ഈ ഒരു ജോബ് ഹയറാർക്കിസും കൂടെ വരുന്നു. ഒരു വൈറ്റ് കോളർ ജോബ് ആയിരിക്കും നമ്മൾ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുക. അപ്പോ അത് ഈ ഒരു എഡ്യൂക്കേഷനിലെ ഈ ഒരു സെപ്പറേഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു മൂല്യമൊക്കെ നമുക്ക് കിട്ടും എന്ന് നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ക്രൂഷ്യൽ ഓൾട്ടർനേഷൻ NEP കൊണ്ടുവന്നിരിക്കുന്നത്. The policy proposes to internationalize education in India. Foreign universities can now set up campuses in India. NEP 2020 വരുന്നതോടെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഇപ്പൊ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കേട്ടില്ല. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് തുടങ്ങിയ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് അവിടെ പോയി പഠിക്കാനുള്ള ചെലവുകള്, കാര്യങ്ങള് അതൊക്കെ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അത്ര പഠിക്കുന്നവരുണ്ട് എന്നല്ല, എന്നാലും നമ്മളൊരു സാധാരണ ലെവലിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ NEP വരുന്നതോടെ ഇത്തരം ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസസ് നമുക്ക് ഇന്ത്യയിൽ തുറന്നു കിട്ടും. അത് ഏറ്റവും വലിയൊരു നല്ലൊരു ഫീച്ചർ ആണ്. അടുത്തതാണ്, ദ ഫീസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വിൽ ബി ഫിക്സ്ഡ്. നമുക്കറിയാം, ഒരു സിംഗിൾ കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കോളേജസ് വെച്ച് നോക്കുകയാണെങ്കിൽ പല കോളേജസിനും പല റേറ്റ് ആയിരിക്കും. അത് അതിന്റെ ക്വാളിറ്റിയോ അത് എന്തുകൊണ്ടോ ആവാം. പക്ഷെ പല കോളേജിനും പല റേറ്റ്, പല എക്കണോമിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ NEP വരുന്നതോട് കൂടിയിട്ട് പ്രൈവറ്റിനും പബ്ലിക് സെക്ടറിന്റെയും ഫീസ് ഫിക്സ്ഡ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, ഈ NEP 2020 വന്നപ്പോൾ ഒരുപാട് ഡിസ്കഷൻസിനും ഡിബേറ്റ്സിനും ഒക്കെ വിഷയമായ ഒരു കാരണമാണ് NEP. അതിനുള്ള കുറച്ച് കാരണങ്ങളും കൂടെ ഞങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്രിറ്റിസിസം. ഫസ്റ്റ് ആണ് ലാംഗ്വേജ്.
This policy reads that, അതായത് NEP 2020 പറയുന്ന ഒരു കാര്യമാണ്, wherever possible the medium of instructions will till 5th grade but preferably till 8th grade and beyond will be the home language, local language and regional language. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ മലയാളം മീഡിയം ആയിരിക്കും പഠിക്കേണ്ടി വരിക. തമിഴിൽ ജീവിക്കുന്ന ആള് തമിഴ്നാട്ടിൽ ജീവിക്കുന്ന കുട്ടികൾ തമിഴ് മീഡിയം ആയിരിക്കും പഠിക്കേണ്ടി വരിക. ഇത് വലിയൊരു ക്രിറ്റിസിസം കേട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ 5ാം ക്ലാസ് വരെ ഞാൻ കേരളത്തിൽ മലയാളം മീഡിയം പഠിച്ചൊരു കുട്ടിയാണ്. എന്റെ അച്ഛന് ഒരു ജോലി മാറ്റം ഒക്കെ കിട്ടി, ഞാൻ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരികയാണ്, തമിഴ്നാടോ കർണാടകയോ ഒക്കെയാണ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ സിലബസ് പഠിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ കന്നഡ മീഡിയം അല്ലെങ്കിൽ തമിഴ് മീഡിയം ഞാൻ പഠിക്കേണ്ടി വരും. അത് നമുക്ക് അറിയാം, നമുക്കൊരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം. അതായത് ഒരു സബ്ജക്റ്റ് അല്ല, എല്ലാ സബ്ജക്റ്റും നമ്മൾ ആ ലാംഗ്വേജിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും. ഇത് ഒരു വലിയൊരു ക്രിറ്റിസിസം ആയിട്ട് ഉയർന്നു കേൾക്കുന്നതാണ്. അടുത്തൊരു പോയിന്റ് ആണ് ആന്റി ഡെമോക്രാറ്റിക് എന്നുള്ളത്. നമുക്കറിയാം എഡ്യൂക്കേഷൻ പോളിസീസ് ഒരു കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യയിൽ മുഴുവനായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഒരു പോളിസിക്ക് ഇത്രയും അടിമുടി മാറ്റം സംഭവിക്കുമ്പോൾ തികച്ചും നമ്മളത് സ്റ്റേറ്റ് ഗവൺമെന്റിനും കൂടെ ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ. പക്ഷെ ക്രിട്ടിക്സ് പറയുന്നത് അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ല എന്നതാണ്. സെവറൽ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ബോഡി ഹാവ് ക്രിട്ടിസൈസ്ഡ് ദാറ്റ് ദിസ് പോളിസി ഓഫ് ബീങ് ആന്റി ഡെമോക്രാറ്റിക്, ഇതൊരു ആന്റി ഡെമോക്രാറ്റിക് ആണ്. കാരണം the legal that the state were not consulted before making this law. This policy, ഈ ഒരു പോളിസി ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്റ്റേറ്റ്സിനോട് ആലോചിക്കുകയോ സ്റ്റേറ്റ്സിനെ കൂട്ടുകയോ ചെയ്തില്ല എന്നതാണ് ഒരു ക്രിറ്റിസിസം ആയിട്ട് ഉയർന്നു കേൾക്കുന്നത്. അടുത്ത ഒരു ക്രിറ്റിസിസം ആണ് പവർ ഗോട്ട് സെൻട്രലൈസ്. NEP 2020 വരുന്നതോടുകൂടെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കും. അതില് സ്റ്റേറ്റിന് ഒരു വോയിസും ഉണ്ടാവില്ല, സ്റ്റേറ്റിന് അതൊട്ട് മാറ്റാനും പറ്റില്ല. ഇറ്റ് ഈസ് ഓൾസോ ലീഗൽ ദാറ്റ് ദിസ് പോളിസി പ്രൊമോട്ട്സ് centralization because this policy has a point that a new teachers training board will be set up for all kind of teachers in the country and no state can change that. എല്ലാ ടൈപ്പ് പുതിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതിന് സ്റ്റേറ്റിനൊരു പങ്കാളിത്തം ഉണ്ടാവില്ല. ഇതും ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു കേട്ട ഒരു ക്രിറ്റിസിസം ആണ്. പിന്നെ പറയപ്പെടുന്നത് തിയറിറ്റിക്കൽ ബട്ട് നോട്ട് പ്രാക്ടിക്കൽ എന്നതാണ്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് പറഞ്ഞു പോകുന്നെങ്കിലും ഇത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. കാരണം because there are so many government schools who lacks teachers and infrastructure. നമുക്കറിയാം ഇപ്പൊ നമ്മള് കേരളത്തിൽ പിന്നെയും നല്ല മെച്ചമാണ് എന്ന് പറയാം. ഈ UP അല്ലെങ്കിൽ നോർത്തിലൊക്കെ നമുക്ക് നോക്കിക്കാൻ അറിയാം, അവിടെ ഒന്നും പഠിപ്പിക്കാൻ അധ്യാപകരെയോ പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റീസോ യഥാർത്ഥത്തിൽ ശരിക്കും കിട്ടുന്നില്ല. ഇപ്പോഴൊക്കെ കേരളത്തിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നമുക്ക് വ്യക്തമായി പഠിക്കാനുള്ള ബെഞ്ചും ഡെസ്കും ക്ലാസ് മുറികള് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആവശ്യമായ ടീച്ചേഴ്സ് ഒന്നും നമുക്ക് ലഭ്യമല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് നോർമൽ സബ്ജക്ട്സ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ടീച്ചേഴ്സിനെ ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വൊക്കേഷണൽ ട്രെയിനിങ്ങിന്, അതായത് കാർപ്പൻട്രി, പോട്ടറി തുടങ്ങിയ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് എങ്ങനെയാണ് ടീച്ചേഴ്സിനെ ലഭിക്കുക, എങ്ങനെയാണ് ആ സബ്ജക്ട്സ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ചോദ്യങ്ങളെല്ലാം കുറെ ക്രിറ്റിസിസം ആയിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ഒരു പോയിന്റ് ആണ് ഇൻക്രീസസ് സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട്. അതായത് കൃത്യമായ ഒരു വിദ്യാഭ്യാസം ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചില്ലെങ്കിൽ ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് അവർക്ക് ലഭിക്കില്ല എന്ന് ക്രിറ്റിസിസം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡോട് കൂടെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രസന്റേഷൻ ഏകദേശം കഴിയുകയാണ്. സോ താങ്ക് യു എവരിവൺ. Thank you, Jismary and Shruti, for your presentation. So here we have heard about the general details about the NEP 2020, its merits and demerits and all. Now the platform is open for discussion. If anyone have any doubts, you can ask them. Okay, Shruti and Jismi, I think they are satisfied with your presentation. It's clear for them. So let's move on to the vote of thanks. I would like to invite Ms. Ritza to give a vote of thanks.
Good afternoon. മാറുന്ന വിദ്യാഭ്യാസ നയം എല്ലാവർക്കും ആശങ്കകളും ഒരുപാട് ചോദ്യങ്ങളും ഉയർത്തുന്ന ഒന്നായി നമ്മുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത വളരെയേറെയിരുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ NEP അവയർനെസ് എന്ന പരിപാടി ഇവിടെ ഒരുക്കുവാൻ അവസരം തന്ന നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ റെവറൻ സിസ്റ്റർ ഷാലിനിക്കും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റെവറൻ സിസ്റ്റർ സ്റ്റെല്ലയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് പ്രധാനമായും മേൽനോട്ടം വഹിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അൻസ അൽഫോൻസ മിസ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനും ഒപ്പം തന്നെ വളരെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ജിസ്മേരി ജോസിനും ശ്രുതി സാബുവിനും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഏതൊരു പരിപാടിയുടെ വിജയത്തിന് പിന്നിലും ശ്രോതാക്കളാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഹൃദയംഗമമായ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു.